കൊരിന്ത്യസുകാർക്ക് എഴുതിയ രണ്ടാം ലേഖനം 3-ാം അധ്യായം 18-ാമത്തെ തിരുവചനം. 2 കൊരിന്ത്യസ് 3:18. കർത്താവിന്റെ മഹത്വം കണ്ണാടിയിലെന്ന പോലെ മൂടുപടമണിയാത്ത മുഖത്ത് പ്രതിഫലിക്കുന്ന നാം എല്ലാവരും അവിടുത്തെ സാദൃശ്യത്തിലേക്ക് മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ആത്മാവായ കർത്താവിന്റെ ദാനമാണ്. വലതുകരമുയർത്തി വീശിക്കൊണ്ട് പറയാം: കർത്താവിന്റെ മഹത്വം മൂടുപടമണിയാത്ത മുഖത്ത് പ്രതിഫലിക്കുന്ന നാം എല്ലാവരും അവിടുത്തെ സാദൃശ്യത്തിലേക്ക് മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ആത്മാവായ കർത്താവിന്റെ ദാനമാണ്. ഇരുകരങ്ങളും ഉയർത്തി വീശിക്കൊണ്ട് പറയാം: കർത്താവിന്റെ മഹത്വം കണ്ണാടിയിലെന്ന പോലെ മൂടുപടമണിയാത്ത മുഖത്ത് പ്രതിഫലിക്കുന്ന നാം എല്ലാവരും അവിടുത്തെ സാദൃശ്യത്തിലേക്ക് മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ആത്മാവായ കർത്താവിന്റെ ദാനമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പരസ്പരം സ്തുതി ചൊല്ലാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി വീശിക്കൊണ്ട് പറയാം: ഹല്ലേലൂയ. സന്തോഷത്തോടെ പറയാം: ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവരെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറയാം: ഹല്ലേലൂയ. കുറച്ചുകൂടെ നന്നായിട്ട് ചിരിച്ചിട്ട് പറയാം: ഹല്ലേലൂയ. എല്ലാവരും അച്ഛനെ നോക്കി ഒന്ന് ചിരിച്ചിട്ട് പറഞ്ഞേ: ഹല്ലേലൂയ. കുറച്ചുകൂടെ നന്നായിട്ട് ചിരിച്ചിട്ട് പറഞ്ഞേ: ഹല്ലേലൂയ. ഏറ്റവും നന്നായിട്ട് ചിരിക്കുന്നവർക്ക് അമ്മിച്ച് സമ്മാനം കൊടുക്കുന്നതാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എല്ലാവരും ഈശോയെ നോക്കി ഒന്ന് ചിരിച്ചിട്ട് പറഞ്ഞേ: ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമുക്ക് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? എന്താണ്? രൂപാന്തരീകരണം. അങ്ങനെ രൂപാന്തരീകരണം സംഭവിച്ചാണ് 2 മാസം മുമ്പ് വെന്റിലേറ്ററിലല്ല, ഐസിയുയിൽ കിടന്ന അമ്മച്ചി ഇപ്പൊ നമ്മുടെ നടക്കാൻ പറ്റാതിരുന്ന അമ്മച്ചി ഇവിടെ വന്ന് നമ്മോട് കൂടെ ആയിരിക്കുന്നത് ഇതൊരു രൂപാന്തരീകരണമാണ്. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. അമ്മച്ചിയും അപ്പച്ചനും ഇവിടെ അവസാനമായിട്ട് വന്നത് 2020 ഡിസംബർ മാസത്തിലാണ്. അപ്പച്ചൻ പറഞ്ഞു: മോനെ, ഞങ്ങളെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് കൊണ്ടുപോകണം. ഇവിടെ നിന്നല്ല, വീട്ടിൽ നിന്ന്. എന്താണ് കാരണം? കോവിഡ് ആയതുകൊണ്ട് പള്ളിയിൽ കേറ്റില്ല എന്ന് വികാരിയച്ഛൻ പറഞ്ഞിട്ടുണ്ട്. പ്രായം കൂടിയവരാ, 60 വയസ്സിന് മുകളിലുള്ളവരെ പള്ളിയിൽ വരണ്ട എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ പള്ളിയിൽ പോകാതെ കുർബാന കൂടാതെ ജീവിതം മടുത്തു. അതുകൊണ്ട് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ വീട്ടിൽ ചെന്ന അപ്പച്ചനെയും അമ്മച്ചിയെയും കൂട്ടി ഇവിടെ വരികയും ഇവിടെ ഒരാഴ്ച നമുക്ക് ഇവിടെ കോവിഡ് ഉണ്ടായിരുന്നില്ലല്ലോ. നാട്ടിൽ എറണാകുളത്തൊക്കെയല്ലേ കോവിഡ് ഉണ്ടായിരുന്നു. ഇവിടെ കോവിഡ് ഇല്ലാതിരുന്ന സ്ഥലമായതുകൊണ്ട് ഇവിടെ ഒരാഴ്ച കുർബാനയൊക്കെ കൂടി സന്തോഷമായിട്ട് തിരിച്ചു പോയിട്ട് അമ്മച്ചി പിന്നെ ഇന്ന് അപ്പച്ചൻ്റെ കൂടെയാണെന്ന് തിരിച്ചു പോയത്. ഇന്ന് അപ്പച്ചനും സ്വർഗത്തിലും അമ്മച്ചിയുടെയുമായിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ്. അതൊരു രൂപാന്തരീകരണമാണ്, 2ാം ഊഴമാണ് അല്ലേ. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം എന്താണ്? രൂപാന്തരീകരണമാണ്. എങ്ങനെയാണ് രൂപാന്തരീകരണം സംഭവിക്കുന്നത്? കർത്താവിനെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് രൂപാന്തരീകരണം സംഭവിക്കുന്നത്. ഇന്ന് ആദ്യമായിട്ട് ആവിലയിൽ വന്നിട്ടുള്ളവരൊന്ന് കരമുയർത്താവോ? ആദ്യമായിട്ട് വന്നിട്ടുള്ളവർ കുറച്ച് പേര് ദേവാലയത്തിനകത്തുണ്ട്, കുറച്ച് പേര് ദേവാലയത്തിന് പുറത്ത് വലതുവശത്തുണ്ട്. എല്ലാം കൂടി ഒരു 10-50 പേര് ആദ്യമായിട്ട് വന്നിട്ടുള്ളവരാണ്. സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു.
അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഒരു മാറ്റം സംഭവിക്കുന്നു. ഇതാണ് നമ്മുടെ വിഷയം. എന്ത് മാറ്റമാണ് സംഭവിക്കുന്നത്? നമ്മൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ആയിരിക്കേണ്ട അവസ്ഥയിലേക്ക് മാറ്റം സംഭവിക്കുകയാണ്. എന്താണ് നമ്മൾ ആയിരിക്കുന്ന അവസ്ഥ? നമ്മുടെ മാനസിക ബലഹീനതകളിൽ, നമ്മുടെ പഴയ ഹൃദയത്തിൽ, പഴയ മനുഷ്യന്റെ ശരീരത്തിൽ ആയിരിക്കുന്ന അവസ്ഥ. നമ്മുടെ സ്വഭാവം ഏത് സ്വഭാവമാണ്? ഒരു വക ഈ സ്വഭാവത്തിൽ നിന്ന് മാറി ഏത് സ്വഭാവമാകണം? ഈശോയുടെ സ്വഭാവമായി നമ്മുടെ സ്വഭാവം മാറണം. അങ്ങനെ മാറിയില്ലെങ്കിൽ എന്താണ് കുഴപ്പം? രൂപാന്തരീകരണം സംഭവിച്ചില്ലെങ്കിൽ എന്താ കുഴപ്പം? നമുക്ക് ഒരു നിത്യതയുണ്ടാവുകയില്ല, നമുക്ക് സ്വർഗമുണ്ടാവുകയില്ല. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന, കഴിഞ്ഞ ആഴ്ച അച്ഛൻ പറഞ്ഞു, ഈ വിഷയം പ്രിയപ്പെട്ടവരെ ഓരോ മനുഷ്യനെ കുറിച്ചും സുപ്രധാനമായൊരു പഠനമാണിത്. ഈ പഠനമില്ലാതെ, ഈ ഒരു അറിവില്ലാതെ, ഈ ഒരു ബോധ്യമില്ലാതെ, ഈ ഒരു രൂപാന്തരീകരണമില്ലാതെ മനുഷ്യന് നിത്യമായി നിലനിൽക്കാൻ സാധിക്കുകയില്ല. ഇതില്ലാതെ നിനക്ക് നിലനിൽപ്പില്ലെന്ന്. വെള്ളം കുടിച്ചില്ലെങ്കിൽ നമ്മൾ മരിച്ചു പോകുമെന്ന് പറയുന്നു. അല്ലെങ്കിൽ ശ്വസിച്ചില്ലെങ്കിൽ നിനക്ക് നിലനിൽപ്പില്ല, ശ്വസിച്ചില്ലെങ്കിൽ നിനക്ക് നിലനിൽപ്പില്ല എന്ന് പറയുന്നത് പോലെ, ശ്വസിക്കുന്നത് പോലെ മനുഷ്യന് പ്രധാനപ്പെട്ട ഒരു കാര്യത്തെ കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് ആത്മാവിന്റെ ശ്വാസമാണ്. ഈ ശ്വാസമില്ലെങ്കിൽ നീ മരിച്ചു പോകും. അതാണ് കാര്യം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ പറയാറില്ലല്ലോ ഇഷ്ടമുള്ളവര് ശ്വസിക്കേ, ഇഷ്ടമില്ലാത്തവര് ശ്വസിക്കണ്ടെന്ന് പറയാറുണ്ടോ? നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ശ്വസിച്ചാൽ മതി എന്ന് പറയോ? ഇല്ല. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പ്രാർത്ഥനയെ കുറിച്ച് പഠിച്ചാലും പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറയാൻ പാടുണ്ടോ? ഇല്ല. അതാണ്. ഇനി ആരെങ്കിലും പറയുകയാണ്, ഞാൻ എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ശ്വസിക്കും, ഇഷ്ടമുണ്ട് ഇല്ലെങ്കിൽ ശ്വസിക്കില്ല എന്നാരെങ്കിലും പറഞ്ഞാൽ നമ്മൾ അവരെ കുറിച്ച് എന്ത് വിചാരിക്കും? പറയല്ലേ അതൊന്നും. അതുപോലെ തന്നെയാണ് ഞാൻ ഇഷ്ടമുണ്ടെങ്കിൽ പ്രാർത്ഥിക്കും, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയുന്നവരെ കുറിച്ച് എന്ത് ചിന്തിച്ചാ മതി? പറഞ്ഞു പറയരുതെന്ന് പറഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. പ്രിയപ്പെട്ടവരെ, അച്ഛൻ നിങ്ങളോട് കഴിഞ്ഞ ആഴ്ച പറഞ്ഞായിരുന്നു അമ്മ ത്രേസ്യയുടെ ശരീരത്തിന്റെ പറഞ്ഞായിരുന്നല്ലേ? മരണമടഞ്ഞ് ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും അമ്മ ത്രേസ്യയുടെ, അച്ഛൻ ഇന്നലെ പുതിയൊരു വേറൊരു വാർത്ത കൂടെ കേട്ടോ, മുഖം, അമ്മ ത്രേസ്യയുടെ മുഖത്തിന്റെ ഗ്ലാമർ കൂടിയിട്ടില്ല, അങ്ങനെ തന്നെ ഇരിക്കുകയാണ്, പോയിട്ടില്ല അല്ലേ? അങ്ങനെ തന്നെ ചർമ്മത്തിന്റെ കയ്യിലെയൊക്കെ തൊലിയൊക്കെ കുറച്ച് മാറ്റം വന്നിട്ടുണ്ടെങ്കിലും, കളറൊക്കെ കുറച്ച് ഡിമ്മായിട്ടുണ്ടെങ്കിലും മുഖം അങ്ങനെ തന്നെ ഇരിക്കുകയാണ്. എത്ര കൊല്ലമായി മരിച്ചിട്ട്? 1582 മരിച്ചതാണ്. 1582 ഒക്ടോബർ മാസം 4-ാം തീയതി മരിച്ച അമ്മ ത്രേസ്യയുടെ മുഖം ഇപ്പോഴും അതുപോലെ ഇരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ പാടുന്നത് അഴുകാത്ത മേനിയുള്ളവളെന്ന്. ഹല്ലേലൂയ. നമ്മുടെയൊക്കെ മുഖത്തിന്റെ സ്ഥിതി എന്തായിരിക്കും? അമ്മ ത്രേസ്യ മരിച്ചിട്ട് 500 വർഷം ആവാൻ പോകുന്നു. നമ്മുടെയൊക്കെ മുഖത്തിന്റെ സ്ഥിതി ഇപ്പൊ തന്നെ, ജീവിച്ചിരിക്കുമ്പോ തന്നെ അഴുകി തുടങ്ങിയിട്ടുണ്ട്. അമ്മിച്ചിനെ കുറിച്ചല്ല പറഞ്ഞത്, അമ്മിച്ചിയുടെ മുഖം ഗ്ലാമറാണ്. അമ്മിച്ചിനോട് പലരും ചോദിക്കാറുണ്ട്, അമ്മിച്ചിയുടെ മുഖം എന്താണ് ഇങ്ങനെ ഗ്ലാമർ കൂടിക്കൂടി വരുന്നതെന്ന്. അപ്പൊ അമ്മിച്ചി പറയും, ഞാൻ 7 പ്രസവിച്ചവളാണ്. അപ്പോൾ മക്കൾ ചോദിക്കും, അമ്മിച്ചി എങ്ങനെയാണ് ഗ്ലാമർ സൂക്ഷിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അമ്മിച്ചി പറഞ്ഞു, നിങ്ങളും 7 പ്രസവിക്ക്, അപ്പോൾ ഗ്ലാമർ ഉണ്ടാവും. പ്രൈസ് ദി ലോർഡ്. 7ാമത് പ്രസവിക്കുന്നതിന് റാപ്സൻ എന്ന് പേരെടുത്തു.
പ്രിയപ്പെട്ടവരെ, അപ്പോ തിരിച്ചു വരും. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വളരെ ഗൗരവമായിട്ടുള്ള വിഷയം അമ്മ ത്രേസ്യയുടെ പുസ്തകമാണ്. അമ്മ ത്രേസ്യ എഴുതിയ ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകമാണ്, അല്ലെങ്കിൽ അമ്മ ത്രേസ്യ ഏറ്റവും അവസാനം എഴുതിയ, തന്റെ മരണത്തിന് ഏകദേശം 5 വർഷങ്ങൾ മുൻപ് അമ്മ ത്രേസ്യ എഴുതിയ പുസ്തകമാണ് ആഭ്യന്തര ഹർമ്മ്യം എന്ന പുസ്തകം. ഹല്ലേലൂയ, ഹല്ലേലൂയ. 1577 നവംബർ മാസം 29-ാം തീയതിയാണ് ആ പുസ്തകം എഴുതി അമ്മ ത്രേസ്യ പൂർത്തിയാക്കിയത്. നമ്മൾ സൂചിപ്പിച്ചിരുന്നു, ഏകദേശം വെറും 2 ആഴ്ച കൊണ്ട് എഴുതിയ ഒരു പുസ്തകം എഴുതപ്പെട്ട് 500 വർഷങ്ങളാകുമ്പോഴും ലോക ജനത, നമ്മൾ മാത്രമല്ല, തിരുസഭ മാത്രമല്ല, ലോകം മുഴുവനും ഇപ്പോഴും ഈ 500 കൊല്ലം മുമ്പത്തെ പുസ്തകം ഇരുന്ന് മറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്രമാത്രം പ്രാധാന്യമർഹിക്കുന്ന ഒരു രചനയാണത്. അതിൽ അമ്മ ത്രേസ്യ പറഞ്ഞു, നമ്മുടെ ആത്മാവിനെ നമ്മൾ ഒരു സപ്തഹർമ്മ്യം പോലെ കാണുകയാണ്. 7 കോട്ടകളുള്ള ഒരു നഗരം പോലെ. ഒന്നാമത്തെ കോട്ടയ്ക്കുള്ളിൽ അടുത്ത കോട്ട, അതിന്റെ ഉള്ളിൽ അടുത്ത കോട്ട, അതിന്റെ ഉള്ളിൽ അടുത്ത കോട്ട എന്ന നിലയിൽ ഇത് ക്രമപ്പെടുത്തിയിരിക്കുന്നു. പളുങ്കുകൊണ്ടുള്ള കോട്ടകളാണെന്ന് മാത്രം. 7ാമത്തെ കോട്ടയ്ക്കുള്ളിൽ പരിശുദ്ധ ത്രിത്വം വസിക്കുന്നു. ഇത് സംഭവിക്കുന്നത് നമ്മുടെ ആത്മാവിന്റെ ഉള്ളിലാണ്. 7ാമത്തെ ഹർമ്മ്യത്തിന്റെ ഉള്ളിലാണ് പരിശുദ്ധ ത്രിത്വം വസിക്കുന്നതെങ്കിലും ഈ കോട്ടകൾ ഒരു പളുങ്കു കൊട്ടാരമായതുകൊണ്ട്, പളുങ്കുകൊണ്ടായതുകൊണ്ട് 7ാമത്തേതിന്റെ ഉള്ളിൽ നിന്ന് പുറമേ വരെ ആ പ്രകാശം ഇങ്ങനെ പരന്നൊഴുകുന്നു. ഇങ്ങനെ ഈ പരന്നൊഴുകുന്ന ഇത്, ഈ 7 കോട്ടകൾ സൂചിപ്പിക്കുന്നത് പ്രാർത്ഥനാ ജീവിതത്തിന്റെ, ആത്മീയ ജീവിതത്തിന്റെ 7 തലങ്ങളെയാണ്. ഈ 7 തലങ്ങളിലൂടെയുള്ള യാത്രയെയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ യാത്ര ചെയ്ത്, ഈ യാത്ര പുരോഗമിച്ച് അവസാനം പരിശുദ്ധ ത്രിത്വം വസിക്കുന്ന ആ 7ാമത്തെ കോട്ടയ്ക്കുള്ളിലേക്ക് നമ്മുടെ ആത്മാവ് പ്രവേശിച്ച് ഈശോയുമായി ആത്മീയ വിവാഹത്തിലേക്ക് പ്രവേശിക്കുന്ന ആത്മാവാണ് ദൈവസായുജ്യം നേടുന്ന ആത്മാവ്. ദൈവസായുജ്യം നേടുക, ദൈവൈക്യം നേടുക എന്നത് ഓരോ മനുഷ്യന്റെ ആത്യന്തികമായ ലക്ഷ്യമാണെന്ന് ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. അപ്പോൾ എന്താണ് 1-ാം സദനം എന്ന് നമ്മൾ പറഞ്ഞു. 1-ാം സദനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത് അനുതാപത്തിലൂടെ, പ്രാർത്ഥനയിലൂടെയാണ്. 1-ാമത്തെ സദനം ഏത് ബോധത്തിന്റെ തലമാണ്? ആത്മബോധത്തിന്റെ തലമാണ്. ദൈവം ആരാണെന്ന് നമ്മൾ അറിയുമ്പോൾ നമ്മൾ നമ്മുടെ നിജസ്ഥിതി എന്താണെന്ന് നമുക്ക് മനസ്സിലാകുന്നു. അവിടുത്തെ പരിശുദ്ധിയുമായി തുലനം ചെയ്യുമ്പോൾ നമ്മുടെ പരിശുദ്ധി വെറും അഴുക്ക് മാത്രമാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഈശോയുടെ നന്മയുമായി തുലനം ചെയ്യുമ്പോൾ നമ്മുടെ നന്മകൾ വെറും തിന്മകൾ മാത്രമാണെന്ന്, ഈശോയുടെ ജ്ഞാനവുമായി തുലനം ചെയ്യുമ്പോൾ നമ്മുടെ അറിവ് ബോഷ മാത്രമാണെന്ന്, ഈശോയുടെ ശക്തിയുമായി തുലനം ചെയ്യുമ്പോൾ നമ്മുടെ ശക്തി ബലഹീനത മാത്രമാണെന്ന് നമ്മൾ തിരിച്ചറിയുന്ന ആത്മബോധം, ആത്മബോധം നമ്മളിൽ സൃഷ്ടിക്കുന്ന എളിമ എന്ന് പറയുന്ന പുണ്യത്തിൽ നിന്നുകൊണ്ടാണ് 1-ാമത്തെ തലം. കൈയടിച്ച് നന്ദി പറയാം, ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. ഇതൊക്കെ അറിയാമെന്നുണ്ടെങ്കിലും ഈ തലം എന്ന് പറയുന്നത് പാമ്പുകളും തേളുകളുമാണെന്ന് പറഞ്ഞാൽ നമ്മുടെ ജഡികാഭിലാഷങ്ങൾ നമ്മെ വലിക്കുന്ന ഒരു തലമാണ്. അകത്തേക്ക് വലിക്കുമ്പോ അകത്തേക്ക് പോകുന്നുണ്ടെങ്കിലും പുറത്തേക്ക് വലിക്കുമ്പോ പുറത്തേക്ക് പോകുന്നവരാണ്, അല്ലേ? ചില പിള്ളേർ അങ്ങനെയാണ്. കൂട്ടുകാർ പറയും, എടാ ഇങ്ങോട്ട് വാടാന്ന്, അപ്പൊ അങ്ങോട്ട് പോകും. ടീച്ചർ പറയും, മോനെ ഇങ്ങോട്ട് വാടാന്ന് പറയും, അപ്പൊ അങ്ങോട്ട് പോകും. അപ്പം വിളിച്ചിട്ട് പറയും, എടാ ഇങ്ങോട്ട് വാടാന്ന്, അപ്പൊ അങ്ങോട്ട് പോകും. എവിടെ നിൽക്ക? അപ്പോ അങ്ങോട്ട് വലിക്കുക, ഇങ്ങോട്ട് വലിക്കുക. പ്രാർത്ഥിക്കാൻ ഇരിക്കാൻ പറയുമ്പോ കൊച്ചു പ്രാർത്ഥിക്കാൻ ഇരിക്കും. പിള്ളേര് കള്ളു കുടിക്കാൻ പോവാന്ന് പറയുമ്പോ അന്നാ പോവാന്ന് പറയും ചെയ്യും. വലിക്കുന്നിടത്തേക്ക് പോകുന്ന ഒരവസ്ഥയിലുള്ള 1-ാമത്തെ തലം. 2-ാമത്തെ തലം, പ്രിയപ്പെട്ടവരെ, നമ്മൾ പറഞ്ഞു ഒരു യുദ്ധക്കളമാണ്, ഒരു ബാറ്റിൽ ഫീൽഡാണ്. ഈ ബാറ്റിൽ ഫീൽഡിൽ യുദ്ധം നടക്കുകയാണ്. ഈ കൊച്ചിന് നല്ല ആഗ്രഹമുണ്ട്, എന്ത്? നന്മയെ ചെയ്യൂ, തിന്മ ചെയ്യുകയില്ല.
പക്ഷേ ഈ കൊച്ചു പാപം ചെയ്യാൻ ആഗ്രഹിക്കുന്ന നന്മയല്ല, ചെയ്യരുതെന്ന് വിചാരിക്കുന്ന തിന്മയാണ് ചെയ്തു പോകുന്നത്. ആദ്യമായിട്ട് വന്നവരൊക്കെ ശ്രദ്ധിക്കുക. അച്ഛൻ ഇതിന്റെ ഉദാഹരണങ്ങളും ഇതിന്റെ വിശകലനങ്ങളും വിശദീകരണങ്ങളും മുൻപുള്ള ടോക്കുകളിൽ മണിക്കൂർ, ഒരു 1, 2, 3 മണിക്കൂറുകളായിട്ട് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ജസ്റ്റ് പിക്ക് ചെയ്ത് നമ്മളിപ്പോ ഈ സീരിയൽ തുടങ്ങുന്നതിന് മുമ്പ് എന്താണ് ഇതിന് പറയുന്നത്? ഒരു റീക്യാപ്പ് കാണുകയാണ്. നിങ്ങൾ പറയാൻ പഠിക്കാൻ വേണ്ട. ഹല്ലേലൂയ. അപ്പോൾ അതാണ് ഒന്നാമത്തെ തല. രണ്ടാമത്തെ തലത്തിൽ ഈ സംഘർഷമാണ്. മൂന്നാമത്തെ സദനത്തിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ കഴിഞ്ഞ ആഴ്ച മൂന്നാമത്തെ സദനത്തിനെ കുറിച്ചുള്ള പഠനം ആരംഭിച്ചു. നമ്മൾ പറഞ്ഞതാണ് ഇത് വലിയ ആഗ്രഹങ്ങളുടെ ഒരു മേഖലയാണ്. ഒരു പ്രാർത്ഥനാ ജീവിതത്തിൽ പാപം ഉപേക്ഷിച്ചു, രണ്ടാമതായി നന്മ ചെയ്യണമെന്ന് തീരുമാനിക്കുന്നു, മൂന്നാമത് വലിയ ആഗ്രഹങ്ങൾ. എന്തൊക്കെയാണ് നിങ്ങളുടെ വലിയ വലിയ ആഗ്രഹങ്ങൾ? നമ്മൾ കുട്ടികളോട് ചോദിക്കാറുണ്ട്, കുഞ്ഞുങ്ങളെ ആഗ്രഹങ്ങൾ പറയുക, ഇല്ലേ? അബ്ദുൽ കലാമിനെ കോട്ട് ചെയ്തിട്ട് പറയും, സ്വപ്നങ്ങൾ ഉണ്ടാവണം, സ്വപ്നങ്ങൾ ഉണ്ടാവണം. എന്താണ് നിങ്ങളുടെ വലിയ വലിയ ആഗ്രഹങ്ങൾ? നിത്യജീവൻ പ്രാപിക്കാൻ എന്ത് ചെയ്യണം? എനിക്ക് നിത്യജീവൻ പ്രാപിക്കണം, ഒരു വലിയ ആഗ്രഹം. എനിക്ക് തോമാസ് ലീഹ പറഞ്ഞു, നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞാണ്, നമുക്ക് അവനോടുകൂടെ പോയി മരിക്കാം. എന്താണത്? വലിയ ആഗ്രഹം. പത്രോസ് പറഞ്ഞു, എല്ലാവരും നിന്നെ തള്ളി പറഞ്ഞാലും മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ തള്ളി പറയുകയില്ല. ഒരു പെണ്ണ് ആ തീ കാഞ്ഞെടുത്ത് വന്ന് നീ ആരാണെന്ന് പറഞ്ഞില്ലെങ്കിൽ ഈ തീ തരൂല്ല എന്ന് പറഞ്ഞപ്പോ, മരിക്കേണ്ടി വന്നാലും തള്ളിപ്പറയുകയില്ല എന്ന് പറഞ്ഞവൻ ഒരു തീയുടെ മുമ്പിൽ വിറങ്ങലിച്ചു പോയി, ഒരു തണുപ്പിന്റെ മുമ്പിൽ വിറങ്ങലിച്ചു പോയി, ഒരു പെണ്ണിന്റെ മുമ്പിൽ വിറങ്ങലിച്ചു പോയിട്ട് അവൻ പറഞ്ഞു, എനിക്കറിഞ്ഞു, ആ പേര് പോലും എനിക്കറിഞ്ഞുകൂടാ, ഞാൻ കേട്ടിട്ട് പോലുമില്ല എന്ന് പറയും. അപ്പൊ വലിയ ആഗ്രഹങ്ങളുണ്ട്. വലിയ ആഗ്രഹങ്ങളിൽ പക്ഷേ നിലനിൽക്കാൻ സാധിക്കുന്നില്ല. നമുക്കുമുണ്ട് വലിയ ആഗ്രഹങ്ങൾ. എന്താണ് നമ്മുടെ വലിയ ആഗ്രഹം? എനിക്ക് അമ്മ ത്രേസ്യയെ പോലെ ആകണം. അടുത്തിരിക്കുന്നവർക്കൊന്ന് കൈ കൊടുത്തിട്ടെന്ന് പറഞ്ഞ്, എന്റെ ശരീരം മരിച്ചു കഴിഞ്ഞ് 500 അല്ല 5000 കൊല്ലം കഴിഞ്ഞാലും അഴുകരുത്. എന്റെ ഹൃദയത്തിൽ നിന്ന്, അമ്മ ത്രേസ്യയുടെ ഹൃദയത്തിൽ നിന്ന് വരുന്നത് പോലെ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്. തീജ്വാല വരുന്നത് പോലെ ഞാൻ മരിച്ചു കഴിഞ്ഞാലും എന്റെ ഹൃദയത്തിൽ നിന്ന് തീജ്വാല വരണം. എനിക്ക് പരിശുദ്ധ അമ്മയെ പോലെ ആകണം, എനിക്ക് ഔസേപ്പ് പിതാവിനെ പോലെ ആകണം. അതുകൊണ്ടല്ലേ നമ്മൾ കുർബാന സ്വീകരണത്തിന് ശേഷം പ്രാർത്ഥിക്കുന്നത്, ഈശോയെ വിശുദ്ധ അമ്മ ത്രേസ്യയെ പോലെ, കൊച്ചു ത്രേസ്യയെ പോലെ, കുരിശിന്റെ വിശുദ്ധ യോഹന്നാനെ പോലെ, വിശുദ്ധ ഔസേപ്പ് പിതാവിനെ പോലെ, പരിശുദ്ധ അമ്മയെ പോലെ എന്നെയും ഒരു വിശുദ്ധനാക്കണമേ, വിശുദ്ധയാക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ ഉള്ളിൽ ആ ആഗ്രഹം ഒന്ന് പറഞ്ഞ്, എന്റെ ഉള്ളിൽ ശരിക്കും ആ ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞേ. അടുത്തിരിക്കുന്നവരുടെ കണ്ണിൽ നോക്കി പറഞ്ഞേ. മക്കളാണ് അടുത്തിരിക്കുന്നെങ്കിൽ മാതാപിതാക്കളോട് അത് പറയുമ്പോ സൂക്ഷിച്ചു പറയുക. ഭാര്യയാണ് അടുത്തിരിക്കുന്നെങ്കിൽ ഭർത്താവിന്റെ കണ്ണിൽ നോക്കി അത് പറയുമ്പോ ശരിക്കും പറയണമെന്ന്. ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉള്ളിൽ ഇതുപോലെ വലിയ ആഗ്രഹമുണ്ട്. ദൈവവുമായി ഐക്യപ്പെടണമെന്ന ആഗ്രഹമുണ്ട്. പക്ഷേ വലിയ ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിലും നമ്മെ പലതും പിറകിലേക്ക് വലിക്കുകയാണ്. എന്താണ് നിന്റെ ഈ ആഗ്രഹം പൂർത്തിയാക്കാൻ ആരാണ് നിനക്ക് തടസ്സം നിൽക്കുന്നത്? ദൈവത്തിന് വേണ്ടി പൂർണ്ണമായി ജീവിക്കുന്നതിൽ നിന്ന് നിന്നെ പുറകോട്ട് വലിക്കുന്നത് ആരാണ്? നിന്റെ സ്വാർത്ഥതയാണ്. കർത്താവിന് കൊടുക്കാൻ നിനക്ക് സമയമില്ല. എനിക്ക് വിശുദ്ധനൊക്കെ ആകണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ 2 മണിക്കൂർ ഇരുന്ന് പ്രാർത്ഥിക്കാൻ സമയമില്ല. അല്ല അച്ഛാ, ഉള്ള കാര്യം പറയാലോ, എനിക്ക് വലിയ ആഗ്രഹമാണ്, പക്ഷെ സമയമില്ല. അപ്പൊ സെൽഫിഷ്നെസ് വിത്ത് യുവർ ടൈം, ഡിസയർ ഫോർ മെറ്റീരിയൽ പൊസഷൻ. ഈശോ ദരിദ്രനായി ജീവിച്ചതുപോലെ ഈ ലോകത്തിലുള്ള വസ്തുക്കളോട് ഒരു
ഇന്നോർഡിനേറ്റ് ആയിട്ടുള്ള അനിയന്ത്രിതമായിട്ടുള്ള ഒരു ആഗ്രഹമില്ലാതെ, ഒരു പാഷൻ ഇല്ലാതെ, അറ്റാച്ച്മെന്റ് ഇല്ലാതെ ജീവിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ പറ്റുന്നില്ല. എന്ത് കണ്ടാലും അത് മേടിക്കാൻ തോന്നുകയാണ്. പ്രൈസ് ദി ലോർഡ്. അടുത്തത്, അപ്പൊ അത് നിന്റെ ഒരു തടസ്സമാണെന്ന്. വേസ്റ്റിംഗ് ടൈം വിത്ത് ഡിജിറ്റൽ മീഡിയ. നിന്റെ സമയം നീ മൊബൈല് നോക്കിയിരുന്ന് ഇൻസ്റ്റാഗ്രാമില്, വാട്സപ്പില്, ടെലഗ്രാമില്, അതിലും ഇതിലുമൊക്കെ ആയിട്ട് സമയം ചെലവഴിച്ചു കൊണ്ടിരിക്കുകയാണ്. റീൽസ് കണ്ട്, ടിക്ടോക്ക് കണ്ട് നീ സമയം ചെലവഴിക്കുന്നു. അതുകൊണ്ട് അത് നിന്നെ പിറകിലേക്ക് വലിക്കുന്നു. നിന്റെ പ്രാർത്ഥന എങ്ങനെ കുറക്കണമെന്നാണ് നീ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച പറഞ്ഞില്ലേ, രണ്ട് രഹസ്യം കഴിഞ്ഞപ്പോഴേക്കും അല്ലേ അമ്മച്ചി, 2 കഴിഞ്ഞപ്പോഴേക്കും ഇന്ന് ഇത് മതി എന്ന് പറയുന്ന പോലെ. പ്രൈസ് ദി ലോർഡ്. കോൺഫിഡൻസ് ഇൻ യുവർ സെൽഫ്. നിനക്ക് നിന്നിൽ തന്നെ ഒരു സംതൃപ്തി. ഞാൻ ധ്യാനത്തിനൊക്കെ പോകുന്ന ആളാണ്. നിനക്ക് നിന്നിൽ തന്നെ ഒരു തൃപ്തി. എന്താണ്? ഞാൻ എല്ലാ കൊല്ലം ധ്യാനത്തിന് പോകാറുണ്ട്, ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്, ഞാൻ വചനം വായിക്കാറുണ്ട്. ഇത്രയൊക്കെ മതി. ഇതിൽ കൂടുതലൊന്നും വേണ്ട എന്ന ചിന്ത. അത് അച്ഛനിലായിക്കൊള്ളട്ടെ, നിങ്ങളിലായിക്കൊള്ളട്ടെ, ആരിലായിക്കൊള്ളട്ടെ, അതൊരു മഹാമാരിയാണെന്നാണ് അമ്മ ത്രേസ്യ പറയുന്നത്. എന്താണ് മഹാമാരി? കൊറോണ പോലത്തെ ഒരു രോഗമാണ് ഈ സെൽഫ് കോൺഫിഡൻസ് എന്ന് പറയുന്നത്. ഞാൻ ഇത്രയൊക്കെ ആയിട്ടുണ്ട്, എനിക്ക് ഇത്രയൊക്കെ മതി. പ്രൈസ് ദി ലോർഡ്. ഇതിൽ കൂടുതൽ ഒന്നും ആരും എന്നാ എനിക്ക്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, പിന്നെ ഒരു കാര്യമാണ് ഗോസിപ്പിംഗ്. മറ്റുള്ളവരുടെ തിന്മ പറഞ്ഞ് നടക്കുന്നത് നിന്റെ ആത്മീയ ജീവിതത്തിന് തടസ്സമാണ്. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നമ്മളിപ്പോ ഏത് സദനത്തിലാണ്? 3-ാം സദനത്തിലായിരിക്കുന്നവർ എന്ത് ചെയ്യുന്നില്ല? 3-ാം സദനത്തിലായിട്ടുള്ളവർക്ക് ഈ സെൽഫ് കോൺഫിഡൻസ് ഇല്ല. എനിക്ക് ഇത്രയൊക്കെ മതി, ഞാൻ ഇത്രയൊക്കെ 3-ാമത്തതിലായി എന്ന് പറയുന്ന ഒരു കോൺഫിഡൻസ് ഇല്ല. അവർക്കത് വേണ്ട. അവർ ആരെ കുറിച്ചും പരാതി പറയാൻ പോകുന്നില്ല. അവർ ഒന്നിനെ കുറിച്ചും ആകുലപ്പെടുന്നില്ല. നിങ്ങൾ എന്തിനെ കുറിച്ചെങ്കിലും ആകുലപ്പെടുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ 3-ാം സദനത്തിലായിട്ടില്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ എന്തിനെ കുറിച്ചെങ്കിലും പരാതി പറഞ്ഞ് നടക്കുന്നുണ്ടോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ 3-ാം സദനത്തിലാണ്. നിങ്ങൾ ആരെ കുറിച്ചും കുറ്റം പറയാത്ത ഒരാളാണോ? അതെ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ 3-ാം സദനത്തിലാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ അങ്ങനെയുള്ള ഒരു തലത്തിൽ, അടുത്ത പോയിന്റ്, സ്റ്റേജ് ഓഫ് അക്വയർഡ് നോളജ്. നിങ്ങൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് എങ്ങനെ ദൈവത്തെ പ്രീതിപ്പെടുത്താം എന്നതിനെ കുറിച്ചാണോ? ആണെങ്കിൽ നിങ്ങൾ 3-ാം സദനത്തിലാണ്. നിങ്ങൾ കാലത്തെഴുന്നേൽക്കുമ്പോൾ നിങ്ങളുടെ ആദ്യത്തെ ചിന്ത, ഇന്ന് എനിക്ക് എങ്ങനെ ദൈവത്തെ പ്രീതിപ്പെടുത്താം, എനിക്ക് ഇന്ന് എന്റെ ജീവിതം എങ്ങനെ ദൈവത്തിന്, ഈശോയ്ക്ക് പ്രീതികരമായി ജീവിക്കാം. ഉണർന്നെഴുന്നേൽക്കുമ്പോൾ ഞാൻ ഉണർന്നെഴുന്നേൽക്കുന്നത് കർത്താവിന്റെ കരങ്ങളിലാണ്. എന്നെ വിശുദ്ധീകരിക്കുന്നത്, ഞാൻ കുളിക്കുമ്പോൾ ചിന്തിക്കാണ്, എന്നെ വിശുദ്ധീകരിക്കുന്നത് കർത്താവിന്റെ തിരുരക്തമാണ്. ഞാൻ വസ്ത്രം ധരിക്കുമ്പോൾ ഞാൻ ചിന്തിക്കുകയാണ്, ഞാൻ ധരിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനെയാണ്. ഞാൻ പള്ളിയിലേക്ക് പോകുമ്പോൾ ഞാൻ ചിന്തിക്കുകയാണ്, എന്റെ ജീവിതം കർത്താവിനുള്ള ഒരു ബലിയർപ്പണമാണ്. ഞാൻ മടങ്ങി വരുമ്പോൾ ഞാൻ ചിന്തിക്കുകയാണ്, ഈശോ എന്നെ പൂർണ്ണമായി സ്വന്തമാക്കിയിരിക്കുന്നു. ഞാൻ ആളുകളുമായി ഇടപെടുമ്പോൾ ഞാൻ ചിന്തിക്കുകയാണ്, ആരൊക്കെ എൻ്റെ അടുക്കലേക്കൊക്കെ വരുമോ അവർക്കൊക്കെ ഞാൻ ഈശോയുടെ തിരുമുഖമായി മാറുകയാണ്. ഈശോയുടെ തിരുഹൃദയമായി എൻ്റെ അടുക്കലേക്ക് വരുന്നവർക്കൊക്കെ ഞാൻ പങ്കുവെച്ചു കൊടുക്കുന്നു. എൻ്റെ സാന്നിധ്യം ഈശോയുടെ സാന്നിധ്യമാണ്. എൻ്റെ ഹൃദയം, എൻ്റെ മനോഭാവം ഈശോയുടെ തിരുഹൃദയമാണ്. അങ്ങനെയാണെങ്കിൽ നീ 3-ാം സദനത്തിലാണ്. അപ്പോൾ നിന്റെ ജീവിതത്തെ നീ ഈശോയുടെ സാന്നിധ്യത്തിലേക്ക് നീ ഉയർത്തുക, നീ തന്നെ ഉയർത്തുകയാണ്. നീ ചിന്തിച്ച്, ഇന്ന് നമ്മള് മെഡിറ്റേഷന്റെ സമയത്ത് സെബാസ്റ്റ്യൻ നമ്മളെ ഗൈഡ് ചെയ്തതുപോലെ നമ്മൾ ധ്യാനിക്കുകയാണ്, നമ്മുടെ വീട്ടിൽ ഈശോ വന്നിരിക്കുന്നു.
ഈശോ ലാസറിന്റെ വീട്ടിൽ, മർത്തയുടെയും മറിയത്തിന്റെയും വീട്ടിൽ ഈശോ ചെന്നതുപോലെ എന്റെ ഹൃദയമാകുന്ന ഭവനത്തിൽ ആര് വന്നിരിക്കുന്നു? ഈശോ വന്നിരിക്കുന്നു. ഈശോ പറയുന്നത് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറയുന്നത് ചെയ്യണം, ചെയ്യരുതെന്ന് പറയുന്നത് ചെയ്യരുത്. അപ്പൊ ഈശോ എന്നോട് സംസാരിക്കുന്നു. ഞാനത് ഇമാജിൻ ചെയ്യാണ്. ആ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് അതൊരു ആക്റ്റീവ് റിക്കളക്ഷൻ ആണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതെന്താണ്? ഒരു ആക്റ്റീവ് റിക്കളക്ഷൻ ആണ്. പ്രൈസ് ദി ലോർഡ്. അതുപോലെ തന്നെ ജോസഫ് അച്ഛന്റെ ക്ലാസ്സിൽ ജോസഫ് അച്ഛൻ പറഞ്ഞു, നീതിമാന്മാർക്ക് വേണ്ടി കർത്താവ് എല്ലാം ചെയ്തു കൊടുക്കുന്നു. തന്നെ അന്വേഷിക്കുന്ന നീതിമാന്മാരിൽ നിന്ന് ഒരു നന്മയും കർത്താവ് പിൻവലിക്കുന്നില്ല. അപ്പോൾ ആ ഒരു ചിന്ത, ആ ഒരു വചനത്തെ ധ്യാനിക്കുന്നത് ഒരു ആക്റ്റീവ് റിക്കളക്ഷൻ ആണ്. ദൈവ സാന്നിധ്യത്തിലേക്ക് ഞാൻ ആയിരിക്കുകയാണ്. അങ്ങനെ ആയിരുന്നു കൊണ്ട് ഞാൻ കർത്താവിനെ നോക്കിയിരിക്കുന്ന പ്രാർത്ഥനയെ പറയുന്ന പേരാണ്, പ്രിയപ്പെട്ടവരെ, പ്രെയർ ഓഫ് സിംപ്ലിസിറ്റി അല്ലെങ്കിൽ പ്രെയർ ഓഫ് സിമ്പിൾ ഗെയ്സ്. കർത്താവിനെ ഇങ്ങനെ നോക്കിയിരിക്കുന്നു. ആ ദിവ്യകാരുണ്യത്തെ നോക്കുമ്പോൾ നമ്മൾ എന്ത് കാണുന്നു? നമ്മൾ ആദിയിൽ വചനമായിരുന്നവനെ കാണുന്നു. ഈശോ പറഞ്ഞു, ഞാൻ ഇതാണ് അസ്തിത്വത്തിന്റെ പൂർണ്ണതയാണ്. ആരംഭം മുതൽ ഈശോയുടെ അസ്തിത്വത്തിന്റെ ആരംഭം മുതൽ അവസാനം വരെയുള്ള അവിടുത്തെ സാന്നിധ്യത്തിന്റെ റിയൽ പ്രസൻസ് ആണ്. ഇതൊരു അടയാളമല്ല, ഇത് യഥാർത്ഥത്തിലുള്ള സാന്നിധ്യമാണ്. ഇത് അവൻ തന്നെയാണെന്ന്. അപ്പോൾ സക്കറാരിയിൽ അല്ലെങ്കിൽ നമ്മൾ ഈശോയിലേക്ക് നോക്കിയിരിക്കുമ്പോ, ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കിയിരിക്കുമ്പോ ആദിയിൽ വചനമായിരുന്നവനെ കാണുന്നു, അമ്മയുടെ ഉദരത്തിൽ പിറന്ന കുഞ്ഞിനെ കാണുന്നു, കാലിത്തൊഴുത്തിൽ പിറന്ന ചോരക്കുഞ്ഞിനെ കാണുന്നു. ഈജിപ്തിലേക്കുള്ള യാത്രയിൽ അമ്മയുടെ മാറിടത്തിൽ അമ്മയോട് ചേർന്ന് കിടന്ന കുഞ്ഞിനെ കാണുന്നു. 7-ാം വയസ്സ് വരെ ഈജിപ്തിൽ ഒരു അഭയാർത്ഥി കുടുംബത്തിൽ, പാലായനം ചെയ്യപ്പെട്ട ഒരു കുടുംബത്തിൽ കളിച്ചു വളർന്ന ആ കുഞ്ഞിനെ കാണുന്നു. മടങ്ങി നസ്രത്തിൽ വന്ന് മാതാപിതാക്കൾക്ക് വിധേയനായി ജീവിച്ചവനെ കാണുന്നു. വേദശാസ്ത്രികളുടെ ഇടയിലിരുന്ന് വചനം പഠിപ്പിച്ചവനെ കാണുന്നു. 30 വയസ്സുവരെ അമ്മയോടും അപ്പനോടും ചേർന്ന് നിന്ന് ഒരു തച്ചന്റെ മകനായി വളർന്നവനെ കാണുന്നു. വചനം പ്രഘോഷിച്ചവനെ കാണുന്നു. മാമോദീസ സ്വീകരിച്ചവനെ കാണുന്നു. മരുഭൂമിയിൽ ഉപവസിച്ച് പ്രാർത്ഥിച്ചവനെ കാണുന്നു. അനുദപിക്കുവിൻ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പ്രഘോഷിച്ചുകൊണ്ട് തന്റെ പരസ്യ ജീവിതം ആരംഭിച്ചവനെ കാണുന്നു. തന്റെ വചനമായ ചന്തർക്ക് കാഴ്ചയും ചെകിടർക്ക് കേൾവിയും കുഷ്ഠരോഗികൾക്ക് ശുദ്ധിയും തളർവാദ രോഗികൾക്ക് കാലുകൾ മുടന്തന നൃത്തവും സമ്മാനിച്ചവനെ കാണുന്നു. മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിച്ചവനെയും പിശാച് ബാധിതരെ സുഖപ്പെടുത്തിയവനെയും കാണുന്നു. കാറ്റിനെയും കടലിനെയും ശാന്തമാക്കിയവനെയും കടലിന്റെ മീതെ നടന്നവനെയും 5 അപ്പം 5000 പേർക്ക് വേണ്ടി വാഴ്ത്തി വിഭജിച്ച് നൽകിയവനെയും കാണുന്നു. ഒടുവിൽ ശിഷ്യരുടെ പാദങ്ങൾ കഴുകി ചുംബിച്ചവനെ കാണുന്നു. അപ്പമെടുത്ത് വാഴ്ത്തി, ഇതെന്റെ ശരീരമാണ്, നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടാനുള്ള ശരീരമാണെന്ന് പറഞ്ഞ് കുർബാന സ്ഥാപിച്ചവനെ കാണുന്നു. ഗെത്സമനിൽ രക്തം വീർത്ത് പ്രാർത്ഥിച്ചവനെ കാണുന്നു. തന്നെ ഇതാ ഞാൻ എന്ന് പറഞ്ഞ് തന്നെ പിടിക്കാൻ വന്നവർക്ക് സ്വയം സമർപ്പിച്ചവനെ കാണുന്നു. പിലാത്തോസിന്റെയും ഹെറോദോസിന്റെയും അന്നാസിന്റെയും കയ്യഫാസിന്റെയും അരമനകളിൽ വിചാരണ ചെയ്യപ്പെട്ട് കൊലയ്ക്ക് വിധിക്കപ്പെട്ട കുഞ്ഞാടിനെ കാണുന്നു. ചമ്മട്ടികളാൽ അടിക്കപ്പെട്ടവനെ കാണുന്നു. ബന്ധിക്കപ്പെട്ടവനെ കാണുന്നു. നഗ്നനാക്കപ്പെട്ടവനെ കാണുന്നു. കുരിശ് വഹിച്ചു പോയവനെ കാണുന്നു. കുരിശിന്റെ വഴിയിൽ പലവട്ടം കമിഴ്ന്നടിച്ച് വീണവനെ കാണുന്നു. തന്റെ മുഖം വെറോനിക്കായുടെ തുവാലയിൽ പതിപ്പിച്ചു കൊടുത്തവനെ കാണുന്നു. തനിക്ക് വേണ്ടി കരഞ്ഞവരെ ആശ്വസിപ്പിച്ചവനെ കാണുന്നു. നഗ്നനാക്കപ്പെട്ടവനെ കാണുന്നു. ക്രൂശിക്കപ്പെട്ടവനെ കാണുന്നു. ഒടുവിൽ, പിതാവേ, നിന്റെ കരങ്ങളിൽ എന്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ ജീവൻ പിതാവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചവനെ കാണുന്നു. ഒരു ബലിവസ്തുവായി അമ്മയുടെ മടിത്തട്ടിലേക്ക് ഊർന്നിറങ്ങിയവനെ കാണുന്നു. കുഴിമാടത്തിലേക്ക് അടക്കം ചെയ്യപ്പെട്ടവനെ കാണുന്നു. 3-ാം നാൾ കുഴിമാടം ഭേദിച്ച് പുറത്ത് വിജയശ്രീലാളിതനായ മരണത്തെ തോൽപ്പിച്ചവനെ കാണുന്നു. ഈ ദിവ്യകാരുണ്യത്തിൽ പ്രിയപ്പെട്ടവരെ, ഉയർത്തെഴുന്നേറ്റതിന് ശേഷം അത്ഭുതങ്ങളിലൂടെ, അടയാളങ്ങളിലൂടെ ദൈവരാജ്യത്തെ കുറിച്ച്
തന്റെ ശിഷ്യരെ പഠിപ്പിച്ചവനെ കാണുന്നു. 40-ാം നാൾ സ്വർഗാരോഹണം തന്റെ അമ്മയും ശിഷ്യരും കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ സ്വർഗാരോഹണം ചെയ്തവനെ കാണുന്നു. പിതാവിന്റെ വലതുഭാഗത്ത് എഴുന്നള്ളിയിരിക്കുന്നവനെ കാണുന്നു. വീണ്ടും വരാനിരിക്കുന്നവനെ കാണുന്നു. അനുദിനം അൾത്താരയിൽ അപ്പമായി വീണ്ടും വരുന്നവനെ കാണുന്നു. അനുദിനം എന്റെ ഹൃദയത്തിൽ അലിഞ്ഞു ചേരുന്നവനെ കാണുന്നു. എന്നെ തന്റെ അപ്പമായി, എന്റെ ശരീരത്തെ, എന്റെ ജീവനെ തന്റെ ഭോജ്യമാക്കി മാറ്റുന്നവനെ കാണുന്നു. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. അവനെ നോക്കിയിരിക്കുമ്പോ, ഈ ദിവ്യകാരുണ്യത്തെ നോക്കിയിരിക്കുമ്പോ, ഇതാണ് പ്രയർ ഓഫ് സിമ്പിൾ ഗേസ്. നീ നോക്കുമ്പോ ഇടയനാവയവനെ കാണുന്നു, നിന്റെ മണവാളനെ കാണുന്നു, നിന്റെ പിതാവിനെ കാണുന്നു, നിന്റെ അപ്പനെ കാണുന്നു, നിന്റെ അപ്പനായ ദൈവത്തെ കാണുന്നു, നിന്റെ അമ്മയായ ദൈവത്തെ കാണുന്നു, നിന്റെ സഹോദരനായ ദൈവത്തെ കാണുന്നു. നീ അവനെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന ആ തലത്തിന്റെ, ആ പ്രാർത്ഥനയുടെ തലത്തിന്റെ പേരാണ് മൂന്നാം സദനം എന്ന് പറയുന്നത്. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. അവൻ ഉള്ളിന്റെ ഉള്ളിൽ വസിക്കുന്നുണ്ടെന്ന ബോധ്യത്തോടുകൂടെ, അവനുള്ളിലുണ്ട്. എന്റെ ഭവനമെന്ന് പറയുന്ന ഉള്ളിൽ അവനിതാ വന്നു ചേർന്നിരിക്കുന്നു. അവൻ എൻ്റെ ഉള്ളിലുണ്ട് എന്ന ബോധ്യത്തോടുകൂടെ നിന്റെ പദചലനങ്ങൾ, അവൻ എൻ്റെ ഉള്ളിലുണ്ട് എന്ന ബോധ്യത്തോടുകൂടെ നിന്റെ അധരത്തിൽ നിന്ന് ഉതിർന്നു വീഴുന്ന വാക്കുകൾ, അവൻ എൻ്റെ ഉള്ളിലുണ്ട് എന്ന ബോധ്യത്തോടുകൂടെ നിന്റെ നയനങ്ങൾ, നിന്റെ മിഴികൾ തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുന്നു. അവൻ എൻ്റെ ഉള്ളിലുണ്ട് എന്ന ബോധ്യത്തോടുകൂടി നിന്റെ കരങ്ങൾ ഉയരുകയും താഴുകയും ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധ അഗസ്റ്റിൻ പറഞ്ഞതുപോലെ നമ്മൾ അവന് വേണ്ടി പാടുകയാണ്, അവനെ അന്വേഷിച്ച് നമ്മൾ നടക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അവനെ അന്വേഷിച്ച്. എന്താണ് സെന്റ് അഗസ്റ്റിൻ പാടിയത്? യേശുവിനെ, ഈശ്വരനെ തേടി ഞാൻ നടന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശ്വരനെ തേടി ഞാൻ നടന്നു, കടലുകൾ കടന്നു ഞാൻ, അവിടെയുമില്ലിവിടെയുമില്ല ഈശ്വരൻ, വിജനമായ ഭൂവിലുമില്ലീശ്വരൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അച്ഛൻ്റെ ചെറുപ്പകാലത്ത് ഞങ്ങളുടെ വീട്ടിൽ പാടിയിരുന്ന ഒരു പാട്ടാണത്. ചേട്ടനായിരുന്നു, വലിയേട്ടനെ അല്ലേ കുഞ്ഞേച്ചി, വലിയേട്ടനായിരുന്നു പാട്ട് പാടിക്കൊണ്ടിരുന്നത്. ആരാ പാടിക്കൊണ്ടിരുന്നത്? ആരെങ്കിലും ആവട്ടെ. ഹല്ലേലൂയ. അപ്പോ വീട്ടിൽ ഈ പാട്ട് പാടുമായിരുന്നു. ഒരുവിധം ഇടയ്ക്കൊക്കെ ഈ പാട്ട് പാടുമായിരുന്നു. അങ്ങനെയാണ് ഈ പാട്ട്. കാസറ്റ് കേട്ടൊന്നും പഠിച്ചതൊന്നുമല്ല. കാസറ്റ് കേൾക്കാൻ മറ്റേ കാസറ്റ് ഇടുന്ന സാധനം ഉണ്ടായിട്ട് വേണ്ടേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വീട്ടിലാകെ ഉണ്ടായിരുന്നത് ഒരു ഗിറ്റാറാണ്. അത് ചേച്ചി പെങ്ങൾ ഉണ്ടാക്കിയ ഗിറ്റാറാണ്. അതെങ്ങനെയാണ് ആ ഗിറ്റാർ ഉണ്ടാക്കിയെന്ന് ചോദിച്ചാൽ, 3 തീപ്പെട്ടിയുടെ ഈ ബോക്സില്ലേ, അതിങ്ങനെ കൂട്ടിക്കെട്ടിയിട്ട് അത് 3 എണ്ണം കൂട്ടി അതിൻ്റെ ചുറ്റും റബ്ബർ ബാൻഡ് ഇട്ടിട്ട് ഒരു ഗിറ്റാർ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം എന്തെങ്കിലും പുണ്യപ്രവൃത്തി ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് ആ ഗിറ്റാർ വായിക്കാൻ തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ആ ഗിറ്റാർ ഭയങ്കര വിലയുള്ള ഗിറ്റാറാണ്. ഈശ്വരനെ തേടി ഞാൻ നടന്നു, കടലുകൾ കടന്നു ഞാൻ തിരഞ്ഞു, അവിടെയുമില്ലിവിടെയുമില്ലീശ്വരൻ, വിജനമായ ഭൂവിലുമില്ലീശ്വരൻ. എവിടെയാണ് ഈശ്വരന്റെ കാൽപ്പാടുകൾ? മണ്ണിലൊക്കെ ഞാൻ തേടി കണ്ടില്ല. എവിടെയാണ് ഈശ്വരന്റെ സുന്ദരാനനം? വിണ്ണിലൊക്കെ ഞാൻ തേടി കണ്ടില്ല. അവസാനമെന്നെ ഹൃദയത്തിലേക്കു ഞാൻ കടന്നു. ഈശ്വരന്റെ വാസം സ്നേഹമാണീശ്വരന്റെ രൂപം, സ്നേഹമാണീശ്വരന്റെ രൂപം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, അമ്മ ത്രേസ്യ പഠിപ്പിക്കുന്ന ഈശ്വര സാന്നിധ്യം
നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് തിരിയുമ്പോൾ നമ്മൾ കണ്ടെത്തുന്ന സാന്നിധ്യമാണ്. സ്വന്തമായി ഒരു ഭവനം ലഭിച്ചിട്ട് ആ ഭവനത്തിൽ കയറാതെ പുറത്ത് ചുറ്റി നടക്കുന്ന ഭോഷനെ പോലെയാകാതെ ലഭിച്ച ഭവനത്തിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്ന ജ്ഞാനിയായ മനുഷ്യനെ പോലെയാകുക. ഹല്ലേലൂയ. അമ്മ ത്രേസ്യ പറഞ്ഞു, ഏകാന്തതയിലിരുന്ന് ഉള്ളിൽ ശ്രദ്ധിക്കുകയും ഗുണനിധിയായ നമ്മുടെ അതിഥിയിൽ നിന്ന് അകന്നു പോകാതിരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. ഏകാന്തത എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ എന്താണ്? ഒറ്റയ്ക്കിരിക്കുന്ന അവസ്ഥയല്ല ഏകാന്തത എന്ന് പറയുന്നത്. അതിനെ നമ്മൾ വിളിക്കുന്ന ഒരു പേര് ലോൺലിനെസ് എന്നാണ്. ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുകയാണ്, ആരുമില്ല. ഇതല്ല സോളിറ്റ്യൂഡ്. ഈശോയോട് കൂടെ ഒരാത്മാവ് ചേർന്നിരിക്കുന്ന അവസ്ഥയാണ് സോളിറ്റ്യൂഡ് അല്ലെങ്കിൽ ഏകാന്തത എന്ന് പറയുന്നത്. നമ്മൾ എവിടെയെങ്കിലും പോയി ഇങ്ങനെ ഒറ്റയ്ക്കിരുന്നിട്ട് ഞാൻ ഏകാന്തതയിലാണ് എന്ന് പറയരുത്. അത് നമ്മൾ ഇടക്കിടക്ക് ചെയ്യുന്നുണ്ട്, ഇല്ലേ? ഇപ്പൊ വീട്ടിൽ നിന്ന് പിള്ളേര് സ്കൂളിൽ പോയി, ഭർത്താവ് ജോലിക്ക് പോയി, പിന്നെ നമ്മൾ എങ്ങനെയാണ്? ഏകാന്തതയിലല്ല, ഒറ്റക്കായിരുന്നു എന്നുള്ളത് കൊണ്ട് പ്രാർത്ഥിക്കാൻ പറ്റണമെന്നില്ല. നീ ഏകാന്തതയിലായിരിക്കണം. നിന്റെ ഹൃദയം, നിന്റെ മനസ്സ്, നിന്റെ ആത്മാവ് സോളിറ്റ്യൂഡിലേക്കായിരിക്കണം നീ. അപ്പോഴാണ് നിനക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നത്. ഹല്ലേലൂയ. അമ്മ ത്രേസ്യ എഴുതിയ വാക്കുകൾ അച്ഛൻ വായിക്കട്ടെ. അത്യന്തം ശാലീനമായ ഭാവത്തിൽ പിതാവിനോടെന്ന വണ്ണം അപേക്ഷിക്കുക. നമ്മുടെ വിഷമങ്ങൾ ഓരോന്നും അറിയിക്കുക. അവയ്ക്കെല്ലാം പ്രതിവിധി നിർണയിച്ച് തരാൻ പറയുക. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ പിതാവിന് നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്തു തരാൻ ആവശ്യമായ കാശ് പിതാവിന്റെ കയ്യിലുണ്ടെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് നന്മയായിട്ടുള്ളത്, നിങ്ങൾക്ക് സ്കൂളിൽ പോകണം, പുതിയ യൂണിഫോം വാങ്ങണമെന്ന് വിചാരിക്കും. നിങ്ങളുടെ പിതാവിന് അത് ചെയ്തു തരാൻ കഴിവുണ്ട്, ആഗ്രഹമുണ്ട്. നിങ്ങൾ ചെന്നിട്ട് കരഞ്ഞ് ബാഗ് മേടിച്ചു തരൂ എന്ന് പറയണോ? വേണോ? വേണ്ട. ഒരു പിതാവിനോടെന്ന പറഞ്ഞ എങ്ങനെ പറഞ്ഞാൽ മതി, അപ്പച്ചാ സ്കൂളിൽ പോവാൻ ബാഗില്ല. മറിയം എങ്ങനെയാണ് പ്രാർത്ഥിച്ചത്? മറിയത്തിന്റെ മധ്യസ്ഥ പ്രാർത്ഥനയാണ് നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥനയുടെ റോൾ മോഡല്. അമ്മ ചെന്നിട്ട് ഈശോയോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ വല്ല അഡീഷണൽ ആയിട്ട് പ്ലീസ് അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞോ? ഈശോയെ പറഞ്ഞില്ല, വീഞ്ഞില്ല, ഇല്ല, ഒറ്റ വാക്കുള്ളൂ. എന്താണത്? അവർക്ക് വീഞ്ഞില്ല. മധ്യസ്ഥ പ്രാർത്ഥന കഴിഞ്ഞു. നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ചെന്നിട്ട് എങ്ങനെയാണ് ഉണർത്തിക്കുന്നത്? ഈശോയെ ജോലിയില്ല. കേൾക്കുന്നുണ്ടോ? ജോലിയില്ല. ഈശോയെ കല്യാണം നടന്നിട്ടില്ല. ഈശോയെ അഡ്മിഷൻ കിട്ടിയിട്ടില്ല. അഡ്മിഷൻ കിട്ടാത്തവർക്കൊക്കെ അഡ്മിഷൻ കിട്ടിയില്ലേ? ആർക്കിനും കിട്ടാത്തില്ലല്ലോ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ അതുപോലെ ഒരു പിതാവിനോട് എന്നതുപോലെ അമ്മ ത്രേസ്യ പറയാണ്, നമ്മുടെ വിഷമങ്ങൾ ഓരോന്നും അറിയിക്കുക. നമുക്ക് പറയാം, ഈശോയോട് ഇങ്ങനെ പറഞ്ഞാൽ മതി, ഈശോയെ ഒരു തീരുമാനമെടുക്കാൻ പറ്റുന്നില്ല. ഇന്നലെ ഒരു അമ്മയും മകളും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. തീരുമാനമെടുക്കാൻ പറ്റുന്നില്ല. എന്താണ് തീരുമാനമെടുക്കാൻ പറ്റാത്തത്? ഒരു പ്രൊപ്പോസൽ വന്നിട്ടുണ്ട്, അതുമായിട്ട് മുന്നോട്ട് പോകണോ വേണ്ടേ ഒന്ന് തീരുമാനമെടുക്കാൻ പറ്റുന്നില്ല. ഈശോയോട് പറയുക, ഒരു പിതാവിനോടെന്നതുപോലെ പറയുക, ഈ തീരുമാനമെടുക്കാനുള്ള വിവേകം. ഈശോയെ നീ ചിന്തിക്കുന്നത് പോലെ ചിന്തിച്ച്, നീ കാണുന്നത് പോലെ കണ്ട്. അതാണ് നമ്മൾ ഇന്ന് മെഡിറ്റേഷൻ പറഞ്ഞത്. ഈശോയെ ഞങ്ങൾക്ക് നിന്റെ കണ്ണുകൾ തരണമേ, നീ കാണുന്നത് പോലെ കാണാനുള്ള നീ കൃപ നൽകണമേ. ഞങ്ങളുടെ പ്രതിസന്ധികൾക്ക് പ്രതിവിധി നിർണയിച്ച് തരാൻ പറയുക. അമ്മ ത്രേസ്യ പറയാണ്, ഞങ്ങളിപ്പോ ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. ഇതിനുള്ള പ്രതിവിധി എന്താണെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. നീ തന്നെ ഒരു പ്രതിവിധി തരണമേ. അവിടുത്തെ മക്കളായിരിക്കുവാൻ അർഹതയില്ലെന്ന ഭാവം അത്യന്തം പുലർത്തുക. ഇതൊക്കെ പറയുമ്പോൾ പോലും, അപ്പ എന്ന് വിളിക്കുമ്പോൾ പോലും നമ്മുടെ ഉള്ളിൽ എന്തുണ്ടാകണം?
എളിമയുണ്ടാകണം. അപ്പാന്ന് വിളിക്കാൻ, നിന്റെ മകനായിരിക്കാൻ, മകളായിരിക്കാൻ എനിക്ക് യോഗ്യതയില്ല. പ്രിയപ്പെട്ടവരെ, എന്തോ വലിയ കാര്യം പറഞ്ഞ് അത് അവസാനിക്കുമ്പോഴും അവസാനം ഇങ്ങനെ ഒരു നോട്ടുണ്ടാകും, നമുക്കിതിനൊന്നും ഈശോയോട് നീ ഒരു മണവാളൻ എന്നതുപോലെ, ഒരു മണവാട്ടി മണവാളനോട് എന്നതുപോലെ നീ സംസാരിക്കുക, സ്നേഹത്തോടെ സംസാരിക്കുക. അത് കഴിയുമ്പോ ഈ മണവാട്ടിയായിരിക്കാനുള്ള യോഗ്യത എനിക്കില്ല എന്ന ഭാവം അത്യന്തമുണ്ടാകണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചില സമയത്തെങ്കിലും നമ്മൾ പ്രാർത്ഥിച്ചു കഴിയുമ്പോ ഇത്രയൊന്നും പറഞ്ഞാ പോരായിരുന്നു എന്ന ഭാവത്തിലല്ല കർത്താവ് ഇതൊന്നും ചോദിക്കാനോ ഇതൊന്നും പറയാനോ ഉള്ള യോഗ്യത എനിക്കില്ല എന്ന ഭാവം ആരംഭം മുതൽ അവസാനം വരെ പുലർത്തുക. അച്ഛൻ ഈ ക്ലാസിന്റെ ആരംഭത്തിൽ പറഞ്ഞിരുന്നു നേരത്തെ, അമ്മ ത്രേസ്യയുടെ പുസ്തകത്തിന്റെ ഓരോ പേജിലും 3-4 പ്രാവശ്യം എളിമയെ കുറിച്ചുള്ള സൂചനയുണ്ടാകുമെന്ന്. പിതാവ്, സഹോദരൻ, യജമാനൻ, മണവാളൻ എന്നീ നിലകളിൽ മാറി മാറി അവിടത്തോട് സംസാരിക്കുക. നിന്റെ മണവാളനോട് എന്ന രീതിയിൽ നീ ഈശോയോട് സംസാരിച്ചാൽ, ശ്രദ്ധിക്കണേ, അമ്മ ത്രേസ്യയുടെ ഒരു മനോഹരമായ ഒരു ഡയലോഗാണ്. നിന്റെ മണവാളനോടെന്ന രീതിയിൽ നീ ഈശോയോട് സംസാരിച്ചാൽ തന്റെ മണവാട്ടിയോടെന്ന രീതിയിൽ അവിടുന്ന് നിന്നോട് സംസാരിക്കും. കൈയടിച്ച് കർത്താവിന്. അപ്പൊ വലതുകരം ഉയർത്തി വീശിക്കൊണ്ടെന്ന് പറഞ്ഞ്, മണവാളനോടെന്ന രീതിയിൽ ഞാൻ ഈശോയോട് സംസാരിച്ചാൽ, ഒരു മണവാട്ടിയോടെന്ന രീതിയിൽ ഈശോ എന്നോട് സംസാരിക്കും. നമ്മൾ ആദ്യം പാടില്ലേ, സംസാരിക്കണമേ സംസാരിക്കണമേ. യേശുവേ നീ എന്നോട് എങ്ങനെ സംസാരിക്കണം? അല്ലെ, പലതരത്തിലും നമ്മൾ സംസാരിക്കാറുണ്ട്. ഒരു മണവാട്ടിയോട്, മണവാളൻ എന്ന രീതിയിൽ ഈശോയെ നീ എന്നോട് സംസാരിക്കണമേ. അതിന് നമുക്ക് വേണ്ട ഒരുക്കം എന്താണ്? ഒരു മണവാളനോടെന്ന രീതിയിൽ നമ്മൾ ഈശോയോട് സംസാരിക്കണം. എന്നെങ്കിലും ഒരു മണവാളനോടെന്ന രീതിയിൽ ഈശോയോട് നമ്മൾ സംസാരിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇന്ന് തുടങ്ങുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. മണവാളനോടെന്ന രീതിയിൽ ഈശോയോട് സംസാരിക്കുക. ഇങ്ങനെ സംസാരിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഇങ്ങനെ സംസാരിക്കുമ്പോൾ നമ്മുടെ ബുദ്ധി വളരെ എളുപ്പത്തിൽ ഏകാഗ്രത പ്രാപിക്കും. അമ്മ ത്രേസ്യ എഴുതുകയാണ്, ഇങ്ങനെ ഒരു മണവാളൻ എന്ന രീതിയിൽ ഈശോയെ കാണുക, ഒരു മണവാട്ടി എന്ന രീതിയിൽ തന്നെ കാണുക. എന്നിട്ട് ഈശോയോട് ഞാൻ സംസാരിക്കുകയാണ്. എൻ്റെ ആത്മാവ്. അച്ഛൻ ഷാജിയോട് ചോദിച്ചു, നമ്മുടെ പാട്ട് പാടുന്ന ഷാജിയോട് ചോദിച്ചു, എന്താണ് നമ്മുടെ മറ്റേ പാട്ട് പാടാത്തത്? യേശുവേ നീ എൻ സ്വന്തമല്ലേ, ഞാനോ നിൻ സ്വന്തവും. യേശുവേ നീ എൻ വരനല്ലേ, ഞാനോ നിൻ വധുവും. ആ പാട്ട് പാടാത്ത എന്താന്ന് ചോദിച്ചപ്പോൾ ഷാജി പറഞ്ഞു, ഈ വധു എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഈ ആണായിട്ട് ഞാനൊരു വധുവാണെന്ന് പറയുന്നത് എങ്ങനെയാണ് എന്ന്. പ്രിയപ്പെട്ടവരെ, ഓരോ ആത്മാവ്, ഇത് ആണുങ്ങൾക്കും പാടാൻ പറ്റിയ പാട്ടാണ്. നമ്മൾ ഓരോരുത്തരും, ഓരോ മനുഷ്യന്റെ ആത്മാവും ഈശോയാകുന്ന മണവാളന്റെ മണവാട്ടിയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ അമ്മ ത്രേസ്യ പറയുകയാണ്, ഇതാണ് മക്കളെ അനുചിന്തന പ്രാർത്ഥന, ഇതാണ് പ്രശാന്തമായ പ്രാർത്ഥന. നിന്റെ ഉള്ളിൽ തന്നെ ബന്ധിതനായവനുണ്ട്. ബന്ധിതനായ ഈശോയെ കാണാൻ നിങ്ങൾ ആവിലായിലെ തിരുനട വരെ വരണമെന്നില്ല. ബന്ധിതനായ ഈശോയെ കാണാൻ നിങ്ങൾ ഇവിടം വരെ വരണമെന്നില്ലെന്ന്. നിങ്ങൾ വീട്ടിലിരുന്ന് കണ്ണടച്ചാൽ നിങ്ങളുടെ ഉള്ളിൽ ബന്ധിതനായവനുണ്ട്. ക്രൂശിതനായവനെ കാണാൻ നിങ്ങൾ ഹോളി ലാൻഡ് വരെ പോണമെന്നില്ലെന്ന്. ക്രൂശിതനായവൻ നിങ്ങളുടെ ഉള്ളിലുണ്ട്. ഉദ്ധിതനായവനെ കാണാൻ നിങ്ങൾ സ്വർഗം വരെ ഇപ്പം പോണ്ടെന്നില്ല. ഉദ്ധിതനായവൻ നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട്. അപ്പം വർദ്ധിപ്പിച്ചവൻ നിങ്ങളുടെ ഉള്ളിലുണ്ട്. അപ്പം വർദ്ധിപ്പിച്ചവൻ നിങ്ങൾ ഈ വീട്ടിലിരുന്ന് ഈശോയെ എന്ന് വിളിക്കുമ്പോ
ലോകത്തെല്ലായിടത്തുമുള്ള ദിവ്യകാരുണ്യത്തിലുള്ള ഈശോ തന്നെയാണ് ആരാധിക്കപ്പെടുന്നത്. നിങ്ങൾക്ക് ലോകത്തിലുള്ള സക്രാരികളിൽ, ലോകത്തിലുള്ള മുഴുവൻ സക്രാരികളിലും സന്നിഹിതനായിരിക്കുന്ന ദിവ്യകാരുണ്യ ഈശോയെ ആരാധിക്കാൻ നിങ്ങൾ വീട്ടിലിരുന്ന് ഈശോയെ എന്ന് വിളിച്ചാൽ മതി. ഉച്ചത്തിൽ വിളിച്ചേ, ഈശോയേ ഈശോയേ. Praise the Lord. Hallelujah. പിന്നെ ഒരു ആരാധനയ്ക്ക് വേണ്ടി ഒരു വിശുദ്ധൻ പറഞ്ഞിരിക്കുന്നതാണ്, ഒരു ആരാധനയ്ക്ക് വേണ്ടി, ഒരു ബലിയർപ്പണത്തിന് വേണ്ടി നീ എത്ര കാലെടുത്ത് വയ്ക്കുന്നുണ്ട് എന്നത് മാലാഖമാർ എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. അത്രയും കാല്, അത്രയും എണ്ണം മാലാഖമാർ നിന്റെ മരണസമയത്ത് നിനക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കാൻ വേണ്ടിയിട്ട് വരും. അപ്പൊ വീട്ടിൽ തന്നെ ഇരിക്കുന്നവർക്ക് മാലാഖമാരുടെ എണ്ണം കുറയും. മനസ്സിലായോ? ഇനിയിപ്പോ നിങ്ങൾ വിചാരിക്കരുത് അടുത്ത ആഴ്ച മുതൽ ഓൺലൈനിൽ കൂടാം. മാലാഖമാരുടെ എണ്ണവും കുറയും, നിങ്ങൾക്ക് കഞ്ഞി കിട്ടേയില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മൾ പറഞ്ഞു, പ്രിയപ്പെട്ടവരെ, കടലിലൂടെ യാത്ര ചെയ്യുന്നവർ, കടലിലൂടെ യാത്ര ചെയ്യുന്നതിനെ കുറിച്ച് അച്ഛൻ പറഞ്ഞു. വീട്ടിൽ നിന്ന് വഞ്ചി തള്ളി അപ്പുറത്തെ വീട്ടിലേക്ക് പോകുമ്പോ ഉള്ള കാര്യമൊക്കെ പറഞ്ഞില്ലേ കഴിഞ്ഞ ആഴ്ച? അങ്ങനെ വഞ്ചി ഒഴുക്കിപ്പെട്ട കാര്യമൊക്കെ പറഞ്ഞില്ലേ? അങ്ങനെ ഒഴുക്കിപ്പെട്ടപ്പോ വഞ്ചിയിലുണ്ടായിരുന്നൊരു സഹോദരിയാണ് അവിടെ ഇരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, കടലിലൂടെ യാത്ര ചെയ്യുമ്പോ നിങ്ങൾക്ക് പുറകിലെ കരയില്ല, വരാനിരിക്കുന്ന കരയില്ല, നടുക്ക് നിങ്ങൾ അച്ഛൻ പറഞ്ഞ് അവസാനിപ്പിച്ചതാണ്, കപ്പലിന്റെ ഉള്ളിൽ നിങ്ങളും നിങ്ങളുടെ കർത്താവും മാത്രം. പുറത്തേക്ക് നോക്കിയാൽ വിശാലമായ കടല് മാത്രം, വേറൊന്നുമില്ല. നിങ്ങളുടെ കണ്ണുകളെ ആകർഷിക്കുന്നതൊന്നുമില്ല, കാതുകളെ ആകർഷിക്കുന്നതൊന്നുമില്ല, ഹൃദയത്തെ വേർപെടുത്തുന്നതൊന്നുമില്ല. ഏറ്റവും മനോഹരമായത് കപ്പലിന്റെ ഉള്ളിൽ, അതായത് നിങ്ങളുടെ ഉള്ളിലുള്ള ആ ദിവ്യകാരുണ്യനാഥൻ മാത്രമാണ്. ലോകത്തിലുള്ള വസ്തുക്കളെല്ലാം കേവലം കളിപ്പാട്ടമായിട്ടേ അവർക്ക് തോന്നുകയുള്ളൂ. അമ്മ ത്രേസ്യയുടെ വാക്കുകൾ തന്നെയാണ് അച്ഛൻ ആവർത്തിക്കുന്നത്. ലോകത്തിലുള്ള വസ്തുക്കളെല്ലാം, ലോകത്തിൽ പലതുണ്ട്, കളിപ്പാട്ടമായിട്ടേ അവർക്ക് തോന്നുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, കളിപ്പാട്ടം ആർക്കാണ് പ്രധാനപ്പെട്ടത്? കുഞ്ഞുങ്ങൾക്ക് പ്രധാനപ്പെട്ടതാണ് കളിപ്പാട്ടം, അല്ലേ? കൊച്ച് ഇഷ്ടപ്പെട്ട് ഒരു ചെറിയ കാറ് മേടിച്ചു എന്ന് വിചാരിക്കുക. ആ കാറൊന്ന് കൊച്ചിന്റെ കയ്യിൽ നിന്ന് നിങ്ങളൊന്ന് മേടിച്ചോ എന്ന് വിചാരിക്കുക. വിവരം ഹല്ലേലൂയ. പക്ഷേ കുറച്ച് ഈ കുഞ്ഞ് വളർന്നു കഴിയുമ്പോ ഈ കളിപ്പാട്ടത്തെ കൊച്ചു തന്നെ എന്ത് ചെയ്യും? അത് കഴിഞ്ഞിട്ട് അതിലും വലുതിലേക്ക് പോകും, അടുത്തതിലേക്ക് പോകും, അത് കഴിഞ്ഞിട്ട് അടുത്തതിലേക്ക് പോകും. അങ്ങനെ വലുതാകും തോറും അവൻ അടുത്തടുത്ത കളിപ്പാട്ടങ്ങൾ, അവന് ചെറിയ സ്കൂട്ടർ, ഇങ്ങനെ കൈകൊണ്ടുരുട്ടുന്ന സ്കൂട്ടർ ഭയങ്കര ഇഷ്ടമായിരുന്നു, അത് അവൻ വലിച്ചെറിഞ്ഞു കളഞ്ഞു. ഇപ്പൊ അവൻ അപ്പന്റെ കുരക്കിന് പിടിച്ചിട്ട് പറയാണ്, 2.5 ലക്ഷം രൂപയുടെ ബൈക്ക് മേടിച്ചു തന്നില്ലെങ്കിൽ ഞാൻ ചത്തുകളയും. അപ്പൊ അപ്പം പറഞ്ഞു, മോനെ നീ ആ ബൈക്ക് മേടിക്കണ്ട, നിനക്കൊരു കാറ് മേടിച്ചു തരാം, ഒരു ഓൾട്ടോ കാർ. ഓൾട്ടോ കാർ? നീ മഴ കൊള്ളാതെ വെയിൽ കൊള്ളാതെ പോ, കാറ് മേടിച്ചു തരാം. എനിക്ക് കാറൊന്നും വേണ്ട, എനിക്ക് ഇത് തന്നെ മതി. അവന്റെ കളിപ്പാട്ടത്തിന്റെ സൈസ് മാറിയെന്ന് മാത്രമേ ഉള്ളൂ. അവന്റെ മനസ്സ് ഇപ്പോഴെവിടെയാണ്? കളിപ്പാട്ടത്തിലാണ്. മുതിർന്നു എന്ന് വിചാരിച്ച് അവന്റെ മനസ്സിന് പക്വത പ്രാപിച്ചോ? ഇല്ല. അവന്റെ മനസ്സ് ഈ ലോകത്തിലുള്ള കളിപ്പാട്ടങ്ങളിലാണ്. നമ്മളൊക്കെ മുതിർന്ന കുട്ടികളാണെന്നേ. കളിപ്പാട്ടങ്ങളോട്, പലതിനോടും ഇപ്പോഴും വിട്ടുപിരിയാൻ പറ്റാത്ത അറ്റാച്ച്മെന്റ് ഉള്ള മനുഷ്യരാണെന്ന്. നമുക്കുള്ള അറ്റാച്ച്മെന്റ് ഒരുപക്ഷെ നമ്മുടെ തന്നെ ജഡികമായ മോഹങ്ങളോടായിരിക്കാം, വസ്തുക്കളോടായിരിക്കാം, വ്യക്തികളോടായിരിക്കാം, ചില സ്ഥലങ്ങളോടായിരിക്കാം, ചില ആർഭാടങ്ങളോടായിരിക്കാം, ചില ഫാഷൻ ഭ്രമങ്ങളോടായിരിക്കാം. ഒരു സഹോദരി പറഞ്ഞു, അച്ഛൻ എനിക്ക് പ്രാർത്ഥിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, ധ്യാനത്തിന് പോകുന്ന കാര്യമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, പിന്നെ ഈ സാരി മേടിക്കുന്ന കാര്യം മാത്രം എനിക്ക് അങ്ങോട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, പിന്നെ ഈ അണിഞ്ഞൊരുങ്ങുന്ന കാര്യം മാത്രം എനിക്ക് അങ്ങോട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഈ ആഭരണമൊക്കെ വേറെ ആരുടെങ്കിലും കാണുമ്പോഴും എനിക്ക് ഇടുമ്പോഴും ഒക്കെ ഒരു സന്തോഷമാണ്.
അപ്പോ ഇതിനെ ഒന്ന് അതൊക്കെ അമ്മ ത്രേസ്യ അതിലൊക്കെ കളിപ്പാട്ടങ്ങളുടെ കൂട്ടത്തിലാണ് കൂട്ടിയിരിക്കുന്നത്. മുതിർന്നപ്പോ നിനക്ക് കുറച്ചുകൂടെ വലിയൊരു കളിപ്പാട്ടം കിട്ടി. കുഞ്ഞായിരുന്നപ്പോ നീ 10 രൂപയുടെ മുത്തുമാല ഇട്ടിട്ട് അതിങ്ങനെ നോക്കി നോക്കി നടന്നു. ഇപ്പോ കുറച്ചുകൂടെ വലിയൊരു കളിപ്പാട്ടം, ഒരു 5 പവൻ. കളിപ്പാട്ടത്തിന്റെ വില കൂടി എന്നേ ഉള്ളൂ, മനോഭാവം മാറിയിട്ടില്ല. അപ്പോ ഈ 3-ാം തലത്തിലേക്ക് പോകുന്നവർ ഈ ലോക വസ്തുക്കളെയെല്ലാം കേവലം കളിപ്പാട്ടമായിട്ടേ അവർക്ക് തോന്നുന്നുള്ളൂ. അവർക്ക് ഉണ്ടെങ്കിലും വേറെ ആർക്കുണ്ടെങ്കിലും അതിനെല്ലാം ഒരു കളിപ്പാട്ടമായിട്ട് നോക്കാണ്. അച്ഛൻ്റെ ഒരു സുഹൃത്തിന്റെ കുടുംബത്തിൽ ഈ സഹോദരി അത്യാവശ്യം ഒരു കോൺട്രാക്ടറൊക്കെ ആയിട്ടുള്ള ഒരു കുടുംബമാണ്. ഈ സഹോദരി ഭർത്താവാണ് കോൺട്രാക്ടർ. അപ്പൊ സഹോദരി ചേച്ചിയുടെ കയ്യിൽ കാശൊന്നും കൊടുക്കല്ല. ചേച്ചിക്ക് പാവം ആകെ 10-20 സ്വർണ്ണ വളയൊക്കെ ഉള്ളു, പാവം. അപ്പോ ആരെങ്കിലും വന്ന് ചേച്ചി എന്റെ കൊച്ചിന്റെ കല്യാണമാണ്, അപ്പൊ ചേച്ചി പറയും എന്റെ കയ്യിൽ കാശൊന്നും ഇല്ലല്ലോ, ഒരു കാര്യം ചെയ്യാൻ ഒരു വളരിക്കും, ഒരു വള ഊരാൻ കൊടുക്കാം. നമുക്കിപ്പോ 20 വളയിട്ടാലും 19 എണ്ണോട്ടാലും ഒരുപോലെ അല്ലേ? ഇപ്പൊ ആരെങ്കിലും വന്ന് എണ്ണി നോക്കും 20 എണ്ണം ഉണ്ടാവും. ഭർത്താവ് പോലും നോക്കേ. പിന്നെ അപ്പൊ അങ്ങനെ ഒരെണ്ണം കൊടുത്തു. 2 ആഴ്ച കഴിഞ്ഞപ്പോ വേറൊരു സഹോദരി വന്നു. അങ്ങനെ വന്ന് പ്രിയപ്പെട്ടവരെ, ഇനി ബാക്കി കയ്യിലും കഴുത്തിലൊന്നുമില്ല, ഈ ചെവിട്ടിലിട്ടാക്കണതിൽ ഇത്തിരി ഉണ്ട്, കാഗ്രാം ഇതേ ഉള്ളൂ. അപ്പോ ഈ സഹോദരി പറയാണ്, ഇപ്പോഴാണ് അച്ഛ ആശ്വാസമായത്, ഇപ്പോഴാണ് അച്ഛ. അപ്പൊ ഭർത്താവ് പറഞ്ഞു, അച്ഛ ഇപ്പൊ മനസ്സിലായില്ല ഇവരുടെ കയ്യിൽ ഞാനെന്താ കാശ് കൊടുക്കാത്ത, ഇനി ചെക്ക് ബുക്കാണ് കൊടുത്തിരുന്നെങ്കിലോ. അപ്പൊ ഇവരിങ്ങനെ ഇതിനെല്ലാം അവർക്കൊരു കളിപ്പാട്ടമായിട്ടേ തോന്നുന്നുള്ളൂ. സമരത്തിന് ആത്മാവ്, ശരീരത്തിനെതിരെയുള്ള സമരത്തിന് 3-ാമത്തെ സദനത്തിലുള്ള ആളുകൾ ചെയ്യുന്നത് എന്താണെന്ന് അറിയാവോ? ശരീരത്തിനെതിരെയുള്ള സമരത്തിന് ആവശ്യമായതെല്ലാം സംഭരിക്കുന്നു. ഈ ശരീരത്തെ പരിപോഷിപ്പിക്കാൻ ആവശ്യമായതല്ല സംഭരിക്കുന്നത്, ശരീരത്തിനെതിരെയുള്ള സമരത്തിന് നിനക്ക് എന്താവശ്യമാണ്? നിനക്ക് വചനം ആവശ്യമാണ്. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, നമ്മളൊരു ആത്മീയ പോരാട്ടത്തിലാണ് ഏർപ്പെട്ടിരിക്കുന്നത്. എഫെസോസുകാർക്ക് എഴുതിയിട്ടുള്ള ലേഖനം 6-ാം അധ്യായം അവസാനമായി കർത്താവിലും അവിടുത്തെ ശക്തിയുടെ പ്രഭാവത്തിലും കരുത്തുള്ളവരാകുവിൻ, സാത്താന്റെ കുടിലതന്ത്രങ്ങളെ എതിർത്ത് നിൽക്കാൻ ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. ഹല്ലേലൂയ. പലനേരം ഉയർത്തി വീശിക്കൊണ്ട് പറയാം, സാത്താന്റെ കുടിലതന്ത്രങ്ങളെ എതിർത്ത് നിൽക്കാൻ ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. എഫെസോസ് 6:12 എന്തെന്നാൽ നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല, പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിന്റെ അധിപന്മാർക്കും സ്വർഗീയ ഇടങ്ങളിൽ വർത്തിക്കുന്ന തിന്മയുടെ ദുരാശകൾക്കും എതിരായിട്ടാണ് പോരാടുന്നത്. ഹല്ലേലൂയ. അവയ്ക്കെതിരെയായിട്ടാണ് നമ്മൾ പടവെട്ടുന്നത്. നമ്മൾ പറയാറില്ലേ, നമ്മുടെ വീട്ടിൽ എന്താണ്? വീട്ടിലെന്താണ്? പടയാണെന്ന് പറയാറില്ലേ? ഇല്ലേ? അച്ഛൻ കേട്ടിട്ടുണ്ട് പറയുമ്പോൾ, എന്റെ അച്ഛ ഞങ്ങളുടെ വീട്ടിൽ ഭയങ്കര പടയാണ് അച്ഛ. എന്താണ് പട? ആരൊക്കെ തമ്മിലാണ് പട? ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലാണോ? അല്ല, ഭാര്യയും ഭർത്താവും തമ്മിൽ, അമ്മയും മകളും തമ്മിലാണ് പട നടക്കും. എനിക്ക് ഒരു അപ്പം വന്നിട്ട് പറഞ്ഞു, അച്ഛൻ എനിക്ക് ചത്താ മതി, ജീവിക്കണം, മരിച്ചാ മതി എന്ന് പറയുന്ന രീതിയിൽ വീട്ടിൽ പട നടക്കുകയാണ്. ആ പടയുടെ കാര്യമല്ല പറഞ്ഞത്, അത് നിങ്ങൾ 3-ാം സദനത്തിലല്ല. 3-ാം സദനത്തിലെ പട നിന്റെ ആത്മീയ യുദ്ധത്തിന് വേണ്ടി, ആത്മാവ് ശരീരത്തിനെതിരെയുള്ള സമരത്തിന് ആവശ്യമായത് നിനക്ക് വചനം ആവശ്യമാണ്. ഈശോ എങ്ങനെയാണ് പിശാചിനെതിരെ പടവെട്ടിയത്? വചനമാകുന്ന വാളുകൊണ്ടാണ് പ്രലോഭനങ്ങളെ അവൻ അതിജീവിച്ചത്. ഹല്ലേലൂയ. അപ്പോൾ ഈ പടവെട്ടുമ്പോ നിനക്കൊരു കാര്യം സാധിക്കും. നിനക്ക് അമ്മത്രേസ്യ പറയുന്നു, നിനക്ക് എളുപ്പത്തിൽ കണ്ണടച്ചിരിക്കാൻ സാധിക്കും.
നമുക്ക് കണ്ണടക്കാൻ പറഞ്ഞാൽ 1 സെക്കൻഡ് കഴിയുമ്പോഴേക്കും നമ്മൾ വിചാരിക്കും ലോകം അവസാനിച്ച് പോയിട്ടുണ്ടാവും വിചാരിച്ച് നമ്മൾ കണ്ണു തുറക്കും. 2 മിനിറ്റ് അടുപ്പിച്ച് കണ്ണടച്ചിരിക്കാൻ കണ്ണടച്ചിരിക്കാം. അത് കഴിഞ്ഞിട്ട് ഇതടച്ചാൽ ലോകം തീർന്നു പോകുമെന്നാണ് നമ്മുടെ വിചാരം. നിനക്ക് എളുപ്പത്തിൽ കണ്ണടച്ചിരിക്കാൻ സാധിക്കുന്നു. അമ്മ ത്രേസ്യ ഉപയോഗിക്കുന്ന ഒരു ഉദാഹരണം അച്ഛൻ നിങ്ങളോട് പങ്കുവെക്കട്ടെ. തേനീച്ച ഇങ്ങനെ പുറത്ത് ചുറ്റി നടന്ന് തേനീച്ച തേൻ ശേഖരിച്ചതിന് ശേഷം ഇനി എന്ത് ചെയ്യും? ഈ കൂട്ടിൽ കയറി തേൻ വ്യവസായം ആരംഭിക്കുന്നു. അമ്മ ത്രേസ്യ എഴുതാണ് ബിസിനസ്. ഈ കൂട്ടിലേക്ക് പ്രവേശിക്കുന്നത് പോലെ നീ നിന്റെ ഇന്ദ്രിയങ്ങൾ, നമ്മുടെ ആത്മാവാകുന്ന ഈ കൂട്ടിലേക്ക് പ്രവേശിച്ച് അവിടെയാണ് യഥാർത്ഥത്തിലുള്ള ഈ വ്യവസായം, തേനുൽപാദനം നടക്കുന്നത്. ഈ ഉള്ളിലാണ്. എവിടെ വെച്ചാണ് ഈ തേനീച്ച തേൻ ഉൽപാദിപ്പിക്കുന്നത്? പുറത്ത് കറങ്ങി നടക്കുമ്പോഴാണോ? അല്ല, ശരിക്കും തേന്റെ പ്രൊഡക്ഷൻ നടക്കുന്നത് ഈ കൂട്ടിൽ വെച്ചാണ്. നമുക്കെന്താണ് തേനില്ലാത്തത്? ഈ പുറത്ത് കറങ്ങി നടക്കുന്ന തേനീച്ചക്ക് തേനുണ്ടാവോ? ഉണ്ടാവില്ല. കൂട്ടി കയറുന്ന അല്ലേ? നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഈ തേനിന്റെ ആത്മീയ മധുരമില്ലാത്തത് നമ്മൾ നമ്മുടെ ആത്മാവിന്റെ ഉള്ളിലേക്ക് നേരത്തെ സൂചിപ്പിച്ച ഏകാന്തത എന്ന മാർഗത്തിലൂടെ അകത്തേക്ക് പ്രവേശിക്കാത്തത് കൊണ്ടാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ, ഈശോയേ. ശ്രദ്ധിച്ചോ, മഴയാണ്, കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഇത് നല്ല കാര്യങ്ങളൊക്കെ പറയുന്നത് പലർക്കും ഇഷ്ടപ്പെടുന്നില്ല. ഉള്ളിൽ വസിക്കുന്ന അതിഥി ആരെന്നറിഞ്ഞാൽ, ലോക വസ്തുക്കളിൽ ഭ്രമിച്ചു പോവുക അസാധ്യമെത്രേ. വലതുകരം ഉയർത്തി വീശിക്കൊണ്ടെന്ന് പറഞ്ഞേ. ഉള്ളിൽ വസിക്കുന്ന അതിഥി ആരെന്നറിഞ്ഞാൽ ലോകവസ്തുക്കളിൽ ഭ്രമിച്ചു പോവുക അസാധ്യമെത്രേ. അച്ഛനൊരു വളരെ ലളിതമായ ഉദാഹരണം പറയാം. കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഒന്ന് സ്തുതിക്കാം നമുക്ക്. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു കർത്താവേ. വചനം ശ്രവിക്കാൻ പറ്റുന്ന രീതിയിൽ കാലാവസ്ഥയെ ക്രമപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രകൃതിയുടെ മേൽ, മഴയുടെ മേൽ, കാറ്റിന്റെ മേൽ, ശബ്ദത്തിന്റെ മേൽ നിയന്ത്രണമുള്ള കർത്താവേ, ഞങ്ങൾക്ക് കൃത്യമായി വ്യക്തമായി ഈ വചന പഠനം, ഈ ആത്മീയ യാത്രയുടെ ചിന്ത ഗ്രഹിക്കാൻ പറ്റുന്ന രീതിയിൽ മഴയെ, ശബ്ദത്തെ നിയന്ത്രിക്കണമേ. മഴയെ, ശബ്ദത്തെ നിയന്ത്രിക്കണമേ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കരമടിച്ച് നമുക്ക് കർത്താവിന് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, ഉള്ളിൽ വസിക്കുന്ന അതിഥി ആരെന്നറിഞ്ഞാൽ, അച്ഛനൊരു ഉദാഹരണം പറഞ്ഞു തുടങ്ങിയാണ് അല്ലേ? മോഹൻലാല് നിങ്ങളുടെ വീട്ടിൽ വന്നു എന്ന് വിചാരിക്കുക. അയ്യോ വേണ്ടേ? നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ആരാണ്? ഷാരൂഖ് ഖാനോ, റാപ്സൻ, ഈശോയെ കുറിച്ചാണല്ലോ പറയുന്നത്. ഉദാഹരണം പറയുമ്പോ ഇനിയിപ്പോ അതിലും ഉദാഹരണം. അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരാള്, അല്ലെങ്കിൽ നരേന്ദ്രമോദി വേണ്ടേ? നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആരെങ്കിലും ഉണ്ടോ? അപ്പോ നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിലേക്ക് പോവാണ്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരാള് മോഹൻലാൽ എന്ന് വിചാരിക്കുക. നിങ്ങളുടെ വീട്ടിൽ വന്നിരുന്നു എന്ന് വിചാരിക്കുക. അപ്പോഴാണ് നിങ്ങളോട് ഒരാൾ വന്ന് പറയുന്നത്, അപ്പുറത്തെ വീട്ടിൽ ഒരു സീരിയൽ വെച്ചിട്ടുണ്ടെന്ന് പറയണം. അപ്പുറത്തെ വീട്ടില് TV-യിൽ സീരിയൽ വെച്ചിട്ടുണ്ടെന്ന് പറയാം. അപ്പൊ നിങ്ങൾ മോഹൻലാലിനോട് ഇവിടെ ഇരുത്തിയിട്ട് നിങ്ങൾ അപ്പുറത്തെ വീട്ടിൽ സീരിയൽ കാണാൻ പോവോ? സിമ്പിൾ ആയിട്ട് അച്ഛനൊരു ഉദാഹരണം പറഞ്ഞാണ്. പോവില്ലല്ലോ.
നിങ്ങളുടെ വീട്ടിൽ പ്രധാനമന്ത്രി വന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. അപ്പോഴാണ് നിങ്ങളുടെ പ്രിയപ്പെട്ട വാർഡ് മെമ്പർ അപ്പുറത്തെ വീട്ടിൽ വന്നിരിക്കുന്നു എന്ന് പറയും. നിങ്ങൾ കാണാൻ പോവോ? ആ വാർഡ് മെമ്പർ അല്ലേ നിങ്ങൾക്ക് മറ്റേ കുടിവെള്ളത്തിന്റെ സാക്ഷനാക്കി തന്നത്? അത് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ കാണാൻ പോവില്ലല്ലോ. ഇനി അമ്മ ത്രേസ്യ പറയുന്നത് വായിക്കും. ഉള്ളിൽ വസിക്കുന്ന അതിഥി ആരെന്നറിഞ്ഞാൽ ലോകവസ്തുക്കളിൽ ഭ്രമിച്ചു പോവുക അസാധ്യമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ കർത്താവിനെ ഉള്ളിലിരുത്തിയിട്ട് നമ്മൾ വാട്സപ്പിന്റെ പിറകെ പോകുന്നത് എന്തുകൊണ്ടാണ്? ഉള്ളിൽ വസിക്കുന്നത് അറിയാത്തത് കൊണ്ടാണ്. പ്രാർത്ഥന എത്തിക്കാനായിട്ട് അമ്മച്ചി വിളിക്കുമ്പോ ഇതൊന്ന് കഴിയട്ടെ എന്ന് പറഞ്ഞ് കൊച്ചുങ്ങൾ ആ കാർട്ടൂൺ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? പ്രാർത്ഥന എത്തിക്കാന്ന് പറയുമ്പോ ഈ വാർത്തയൊന്ന് കഴിയട്ടെ എന്ന് കുറച്ചുകൂടെ മുതിർന്നവർ പറയുന്നത് എന്തുകൊണ്ടാണ്? പ്രാർത്ഥന എത്തിക്കാന്ന് പറയുമ്പോ ഈ സീരിയലൊന്ന് കഴിയട്ടെ എന്ന് കുറച്ചുകൂടെ വേറെ ആൾക്കാർ പറയുന്നത് എന്തുകൊണ്ടാണ്? ഉള്ളിൽ വസിക്കുന്ന അതിഥി ആരെന്നറിയാത്തത് കൊണ്ടാണ്. അപ്പോൾ അമ്മ ത്രേസ്യ എഴുതുകയാണ്, ഉള്ളിൽ വസിക്കുന്ന അതിഥി ആരെന്നറിഞ്ഞാൽ ലോകവസ്തുക്കളിൽ ഭ്രമിച്ചു പോവുക അസാധ്യമത്രേ. നമ്മൾ ചില കുട്ടികൾ ഈ ഫാഷൻ ഭ്രമങ്ങളിൽ വീണു പോകുന്നത് എന്തുകൊണ്ടാണ്? ഉള്ളിൽ വസിക്കുന്ന അതിഥി ആരെന്നറിയാത്തത് കൊണ്ടാണ്. ഉള്ളിലുള്ള ദൈവത്തിന്റെ സൗന്ദര്യം അറിയാത്തത് കൊണ്ടാണ് പുറമേയുള്ള സൗന്ദര്യങ്ങളിൽ ഫാഷൻ ഭ്രമങ്ങളിൽ വീണു പോകുന്നത്. എത്ര ഉടുത്തിട്ടും കുളിര് മാറുന്നില്ല. എത്ര ഭക്ഷിച്ചിട്ടും വിശപ്പ് മാറുന്നില്ല. എത്ര കുടിച്ചിട്ടും ദാഹം തീരുന്നില്ല. ഉള്ളിൽ വസിക്കുന്ന അതിഥി ആരെന്നറിയാത്തത് കൊണ്ടാണ് മക്കളെ. ഉള്ളിൽ നമുക്കുള്ള നിധിയോടൊത്തു നോക്കുമ്പോൾ പുറമേയുള്ളതെല്ലാം എത്ര ഹീനമാണ്. ഉള്ളിലുള്ള നിധിയോട് തുലനം ചെയ്യുമ്പോൾ നീ പുറത്തണിയുന്ന ആഭരണങ്ങളുടെ വില എത്രയോ തുച്ഛമാണ്. നീ പുറമേയുള്ളത് കാണിക്കുന്നുണ്ട്, അകമേയുള്ള നിധി കാണിക്കുന്നുണ്ടോ? 1 കോടി രൂപയുടെ ബാഗ് താഴെ വെച്ചിട്ട് നിങ്ങൾ 10 രൂപ എടുക്കാൻ പോവോ? ഒരാൾ അവിടെ ഇരുന്ന് 10 രൂപ ഇങ്ങനെ വീശി കാണിക്കാണ്. നിങ്ങളുടെ കയ്യിൽ 1 കോടി രൂപയുടെ ബാഗാണ്. അതവിടെ വെച്ചിട്ട് ആ 10 രൂപക്ക് വേണ്ടി പോകുന്ന ഭോഷനെ പോലെയാണ് ലോകമോഹങ്ങളിൽ ഭ്രമിക്കുന്ന മനുഷ്യൻ. അങ്ങനെയാണെങ്കിൽ ആ 1 കോടി താഴെ വെച്ചിട്ട് 10 രൂപക്ക് വേണ്ടി പോയാളുടെ പേരെന്താണ്? അതിന്റെ കൂടെ നിങ്ങൾക്ക് പരിചയമുള്ള വല്ല പേരുണ്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ഉദാഹരണം കൂടെ പറഞ്ഞ് അച്ഛൻ അവസാനിപ്പിക്കാം. നമ്മുടെ ഹൃദയത്തെ, നമ്മുടെ ആത്മാവിനെ നമ്മുടെ ആത്മാവിനെ നാം വിട്ടുകൊടുത്താൽ അതിലാവശ്യമുള്ള എല്ലാ നന്മകളും കൊണ്ട് ദൈവം തന്നെ അതിനെ അലങ്കരിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആത്മാവിനെ നമ്മൾ വിട്ടുകൊടുക്കണം. ഇത് വേറൊരു സ്റ്റേജാണ്. നമ്മുടെ ആത്മാവിനെ വിട്ടുകൊടുക്കണം. ഒന്നും പിടിച്ചു വെക്കാതെ വിട്ടുകൊടുത്താൽ. അച്ഛൻ ഉദാഹരണം പറയാം. ഒരു പ്രാവശ്യം ആശ്രമത്തിൽ സിനിമ ഷൂട്ട് ചെയ്യുന്ന ആളുകൾ വന്നു. ആരാപറമ്പിലല്ല, ഇവിടെയല്ല, ഞങ്ങളുടെ വേറൊരു ആശ്രമത്തിൽ. അപ്പൊ അവര് പറഞ്ഞു, ഇവിടത്തെ ഹാള് ഞങ്ങൾക്ക് ഒന്ന് വിട്ടുതരണമെന്ന് പറഞ്ഞു. പഴയ ആശ്രമമാണ്, മൂന്നാറിനടുത്തുള്ളൊരു ആശ്രമമാണ്. അപ്പോൾ അവർക്ക് പുറത്തൊക്കെ കുറെ ഷൂട്ടിംഗ് ഉണ്ട്. അപ്പൊ അതിന്റെ അടുത്ത് തന്നെ ഉള്ളൊരു നമ്മുടെ ബിൽഡിംഗ് പഴയ ബിൽഡിംഗാണ്. ആ ഹാളിൽ കൈയൊടിഞ്ഞതും കാലൊടിഞ്ഞതുമായിട്ടുള്ള കുറച്ച് കസേരകളും ബെഞ്ചുകളും ഒക്കെ കിടക്കുന്നുണ്ട്. അത്യാവശ്യം നന്നായിട്ട് മാറാലൊക്കെ പിടിച്ചിട്ടുണ്ട്. ഞങ്ങൾ സഹോദരന്മാർ, ബ്രദേഴ്സ് ആണ് നോക്കുന്നത്. അപ്പൊ ഇതിങ്ങനെ, അപ്പൊ അവര് പറഞ്ഞു, ഞങ്ങൾക്ക് ഒരു രാജകൊട്ടാരത്തിന്റെ ഷൂട്ടിങ്ങിന് വേണ്ടി ഈ ഹോള് വിട്ടുതരണം. അപ്പൊ ഞങ്ങളൊക്കെ ഇതിങ്ങനെ നിന്നു. രാജകൊട്ടാരത്തിന്റെ ഷൂട്ടിംഗ് പറ്റിയ സ്ഥലം, കൈയൊടിഞ്ഞ കാലൊടിഞ്ഞ കസേരകൾ, മാറാല പിടിച്ച ചുവര്, സ്റ്റേജില് ഒരു ലോകം ഉണ്ടായ സമയത്ത് മേടിച്ചിട്ട ഒരു കാർപ്പറ്റ്,
അതുപോലത്തെ ഒരു സ്ഥലമാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഷൂട്ടിംഗുകാർക്ക് ഇത് വിട്ടുകൊടുത്തു. ഷൂട്ടിംഗുകാർ എന്ത് ചെയ്തെന്നറിയാമോ? ആദ്യം തന്നെ അതിലുണ്ടായിരുന്ന നമ്മുടെ സ്വന്തവും വിലപ്പെട്ടതുമായ കൈയൊടിഞ്ഞ, കാലൊടിഞ്ഞ, ഇരുന്നാൽ ഇടയ്ക്ക് ഡാൻസ് കളിക്കുക, ഇരുന്നു കൊണ്ട് ഡാൻസ് കളിക്കാൻ പറ്റുന്ന കസേരകളൊക്കെ അതിൽ നിന്ന് പുറത്താക്കി നന്നായിട്ട് വൃത്തിയാക്കി. കാർപ്പറ്റ് അവരെടുത്ത് അവർ ചോദിച്ചു, ഒരു അനുവാദം തരണം, എന്താണ് ഇതൊന്ന് കത്തിച്ച് കളഞ്ഞോട്ടെ എന്ന് ചോദിച്ചു. പറഞ്ഞു കത്തിച്ചു, ഞങ്ങൾ കത്തിക്കാൻ. അപ്പൊ അവരതെടുത്ത് കത്തിച്ച് കളഞ്ഞിട്ട് നല്ല ഏറ്റവും വില കൂടിയ കാർപ്പറ്റ് കൊണ്ടുവന്നിട്ടു. അത് അടിച്ച് വൃത്തിയാക്കിയപ്പോൾ തന്നെ അതൊന്ന് മെനയായി. കാർപ്പറ്റ് കൊണ്ടുവന്നിട്ടു, നല്ല ചുവന്ന തിളങ്ങുന്ന കാർപ്പറ്റ്. അത് കഴിഞ്ഞിട്ട് എവിടെ നിന്നെങ്ങാണ്ട് ഈ ഡെക്കറേഷൻകാരുടെ കയ്യിലുണ്ടല്ലോ ഈ വലിയ കസേര, സിംഹാസനം പോലത്തെ, സിനിമ ഷൂട്ടിംഗുകാരല്ലേ, അവരുടെ കയ്യിലെല്ലാം ഉണ്ട്. അത് കൊണ്ടുവന്ന് അങ്ങോട്ട് ഇട്ടു. അത് കഴിഞ്ഞിട്ട് കുറച്ച് സ്വർണ്ണ നിറത്തിലുള്ള സംഭവങ്ങളൊക്കെ, ഇതൊക്കെ വാൾപേപ്പറൊക്കെ ഒട്ടിച്ച്, നമ്മളിത് കണ്ട ഇത് നമ്മുടെ പഴയ ഹോളാണെന്ന് മനസ്സിലാക്കാത്ത വിധത്തിൽ. അത് കഴിഞ്ഞിട്ട് രാജാവ് മറ്റേ സാധനമൊക്കെ ഇട്ട്, പഴശ്ശി രാജാവ് ഇങ്ങനെ വരിക. പ്രിയപ്പെട്ടവരെ, അമ്മ ത്രേസ്യ ഉപയോഗിക്കുന്ന ഒരു ഉദാഹരണമാണിത്. നമ്മുടെ അവിടത്തേക്ക് ഇഷ്ടമില്ലാത്തതെല്ലാം പുറന്തള്ളാനും, നമ്മുടെ ഹൃദയം ഇതുപോലെയാണ്, ഒരു കൊട്ടാരമാക്കി രൂപാന്തരപ്പെടുത്താൻ സാധ്യതയുള്ള ഒരു ഇടമാണ് നിന്റെ ഉള്ളിലുള്ളത്. ഇവിടെ നീ അഴുക്ക് പിടിച്ചതും വില കുറഞ്ഞതും അനാവശ്യമായതും നിന്നെ നശിപ്പിക്കുന്നതും സ്ഥലം നഷ്ടപ്പെടുത്തുന്നതും സമയം നഷ്ടപ്പെടുത്തുന്നതും നിന്റെ ജീവിതത്തിന്റെ ശോഭ കെടുത്തിക്കളയുന്നതുമായ പല കാര്യങ്ങൾ കൊണ്ട് നീ നിന്റെ ഹൃദയത്തെ കുത്തി നിറച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോഴാണ് കർത്താവ് ചോദിക്കുന്നത്, ഞാൻ ഇതൊന്നെടുത്ത് മാറ്റിക്കൊള്ളട്ടെ. ചില ആളുകൾ പറയും, അയ്യോ അതവിടെ നിന്ന് എടുക്കാൻ പറ്റൂലട്ടാ, അതവിടെ തന്നെ ഇരുന്നോട്ടെ. വീട്ടിൽ അടുക്കളയിൽ 10 കൊല്ലം മുമ്പ് ചാള മേടിച്ച പേപ്പർ പോലും ഇപ്പോഴും ഇരിക്കണ്ട, ഇതിവിടെ ഇരുന്നോട്ടെ, എന്തെങ്കിലും ആവശ്യം വരും. സാധനങ്ങൾ മേടിച്ചുകൊണ്ടുവന്ന് കടലാസ് നല്ല നിവർത്തിയിട്ട് മടക്കി വെക്കാണ്. 5 കൊല്ലം അതവിടെ ഇരിക്കണം. ഇതൊന്ന് എടുത്തു കളയട്ടെ എന്ന് ചോദിച്ചാൽ അത് അവിടെ ഇരിക്കട്ടെ മോളെ എന്ന് അമ്മിച്ചു പറയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ എടുത്തു മാറ്റേണ്ട പലതുമുണ്ട്. അവിടത്തേക്ക് ഇഷ്ടമില്ലാത്തവ പുറന്തള്ളാനും. അപ്പോ ഒന്നാമത്തെ സ്റ്റേജ് എന്താണ്? ഇഷ്ടമില്ലാത്തത് പുറന്തള്ളുക, ആവശ്യമില്ലാത്തത് ഉപേക്ഷിക്കുക. എന്നിട്ട് ഇഷ്ടമുള്ളത്, ആർക്കിഷ്ടമുള്ളത്? ദൈവത്തിന് ഇഷ്ടമുള്ളത് കൊണ്ട് അത് നിറയ്ക്കാനും ദൈവത്തെ അനുവദിക്കുക, അങ്ങോട്ട് വിട്ടുകൊടുക്കുക. ഷൂട്ടിങ്ങുകാർക്ക് വിട്ടുകൊടുത്തതുപോലെ, നിങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്തോ എന്ന് പറഞ്ഞ് വിട്ടുകൊടുത്തതുപോലെ കർത്താവിന് നിന്നെ തന്നെ നീ വിട്ടുകൊടുത്ത. ഫൗസ്റ്റീന പുണ്യവതിയുടെ ഡയറിയിൽ പല പ്രാവശ്യം ആവർത്തിക്കപ്പെട്ടിട്ടുള്ള ഒരു സെന്റൻസ് ആദ്യത്, ഒന്നും പിടിച്ചു വെക്കാതെ നീ നിന്നെ തന്നെ എനിക്ക് പൂർണ്ണമായി വിട്ടുതരിക എന്ന് ഈശോ പല ആവർത്തി ഈ പുണ്യവതിയോട് ആവശ്യപ്പെടുന്നത് അവൾ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അമ്മ ത്രേസ്യ എഴുതുകയാണ്, 3-ാം സദനത്തിന്റെ 1-ാം അധ്യായത്തിന്റെ 12-ാമത്തെ പാരഗ്രാഫ്. 3-ാം സദനത്തിന്റെ 1-ാം അധ്യായത്തിന്റെ 12-ാമത്തെ പാരഗ്രാഫ്. പ്രിയപ്പെട്ടവരെ, അമ്മ ത്രേസ്യയുടെ പുസ്തകങ്ങൾ മേടിച്ചു കൊണ്ടെന്ന് വെച്ചിട്ടുണ്ട്, കിട്ടാത്തവർക്ക് വാങ്ങിക്കാവുന്ന. നാം നമ്മെ തന്നെ, 12-ാമത്തെ പാരഗ്രാഫ്, നാം നമ്മെ തന്നെ മുഴുവനായി അർപ്പിക്കുന്നത് വരെയും തന്നെ തന്നെ മുഴുവനായും ദൈവം നമുക്ക് തരികയില്ല. വലതുകരം ഉയർത്തി വീശിക്കൊണ്ട് പറയാം, നാം നമ്മെ തന്നെ മുഴുവനായി അർപ്പിക്കുന്നത് വരെയും തന്നെ തന്നെ മുഴുവനായും ദൈവം നമുക്ക് തരികയില്ല. അപ്പോൾ ചോദ്യം, ദൈവത്തെ നിനക്ക് ഫുള്ളായിട്ട് വേണോ ഹാഫായിട്ട് വേണോ? അല്ലേ? പണ്ട് ഈ ഒരു കല്യാണത്തിന് പോയി, അച്ഛൻ 5-ാം ക്ലാസ്സിലാണ്. അപ്പൊ ബിരിയാണി വിളമ്പുന്ന നേരത്ത് അവര് പറഞ്ഞു, ഇവിടെ ഒരു ഹാഫ് എന്ന് പറഞ്ഞു. അച്ഛന്റെ സൈസൊക്കെ കണ്ടിട്ട് പറഞ്ഞ. അപ്പൊ അച്ഛൻ പറഞ്ഞു, എനിക്ക് ഫുള്ള് വേണമെന്ന് പറഞ്ഞു. നിനക്ക് ദൈവത്തെ ഹാഫ് വേണോ ഫുള്ള് വേണോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ നിനക്ക് ദൈവത്തെ മുഴുവനായിട്ട് വേണമെങ്കിൽ നിന്നെ മുഴുവനായി നീ കൊടുത്തേ മതിയാവൂ.
നമുക്ക് ദൈവത്തെ മുഴുവനായിട്ട് കിട്ടാത്തതിന്റെ കാരണം എന്താണ്? നമ്മൾ നമ്മളെ മുഴുവനായും ദൈവത്തിന് കൊടുത്തിട്ടില്ല. അവർക്ക് വിളിക്കാം, ഈശോയേ ഈശോയേ. അമ്മ ത്രേസ്യ പറയുന്നു, നീയാകുന്ന രാജ്യഹർമ്മ്യത്തെ, നിന്റെ കൊട്ടാരം പോലെയുള്ള നീയാകുന്ന രാജ്യഹർമ്മ്യത്തെ ഹീന വസ്തുക്കൾ കൊണ്ട് നിറച്ചാൽ, നിന്റെ ഹൃദയം കൊട്ടാരമാണ്, ഈ കൊട്ടാരത്തിൽ ചേരാത്ത കാര്യങ്ങൾ കൊണ്ട് നീ നിറച്ചാൽ, അവിടെ കുത്തി നിറച്ചിരിക്കുകയാണ്, ഹീനകൃത്യങ്ങൾ കൊണ്ട് നിറച്ചാൽ സ്വർഗരാജന് എങ്ങനെ സ്ഥലം കണ്ടെത്താൻ കഴിയും? രാജകൊട്ടാരത്തിന്റെ ഉള്ളിൽ നേരത്തെ പറഞ്ഞ കാലൊടിഞ്ഞ കൈയൊടിഞ്ഞ കസേരയൊക്കെ കൊണ്ടുവന്നിട്ടിരിക്കുകയാണ്, ചപ്പും ചവറൊക്കെ കൊണ്ടുവന്നിട്ടിരിക്കുകയാണ്. രാജാവ് വന്നിട്ട് ഞാൻ ഇതെവിടെ ഇരിക്കും? നീയാകുന്ന രാജ്യഹർമ്മത്തെ ഹീന വസ്തുക്കൾ കൊണ്ട് നിറച്ചാൽ സ്വർഗരാജന് എങ്ങനെ സ്ഥലം കണ്ടെത്താൻ കഴിയും? അച്ഛൻ മൂന്നാം സദനത്തെ കൺക്ലൂഡ് ചെയ്തുകൊണ്ട് പറയട്ടെ, മൂന്നാം സദനത്തിലുള്ളവർ ദൈവത്തെ ദ്രോഹിക്കാതിരിക്കാൻ അതീവ ശ്രദ്ധ വയ്ക്കുന്നു. ഈ രാജാവിന് ഇഷ്ടമില്ലാത്തതൊന്നും എന്റെ ഈ രാജഹർമ്മ്യത്തിൽ ഉണ്ടാകരുത്. അവര് ശ്രദ്ധിക്കുന്നു, മൈന്യൂട്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നു, ഏറ്റവും ചെറിയ കാര്യങ്ങൾ പോലും അവര് ശ്രദ്ധിക്കുന്നു. ദൈവത്തെ ദ്രോഹിക്കാതിരിക്കാൻ അതീവ ശ്രദ്ധ അവർ പാലിക്കുന്നു. പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ഒരു ചടങ്ങിന്റെ സ്റ്റേജ് സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ വിഭാഗം ആളുകൾ വന്ന് അടിയും മോളും ഓരോ തൂണും തുരുമ്പും ഒക്കെ പരിശോധിക്കുന്നത് പോലെ ദൈവത്തെ ദ്രോഹിക്കാതിരിക്കാൻ അവർ അതീവ ശ്രദ്ധ വയ്ക്കുന്നു. മൂന്നാം സദനത്തിലുള്ളവര് ലഘുപാപത്തിൽ പോലും വീഴാതെ ഒഴിഞ്ഞു മാറുന്നു. പാപം ചെയ്യാൻ സാധ്യതയുണ്ട്, അവിടെ വരാൻ സാധ്യതയുണ്ട്, അവിടെ ഒരു കുറ്റം പറയാൻ സാധ്യതയുണ്ട്, അവിടെ ഒരു ദുഷിപ്പിന് സാധ്യതയുണ്ട്, അവിടെ ഒരു അസൂയക്ക് സാധ്യതയുണ്ട്, ഇവിടെ ഒരു അഹങ്കാരത്തിന് സാധ്യതയുണ്ട്, ഇവിടെ ഒരു സ്വാർത്ഥതയ്ക്ക് സാധ്യതയുണ്ട്. അവരൊഴിഞ്ഞു മാറുന്നു. ഇവിടെ ഒരു പ്രലോഭം, ഇവിടെ ഒരു വ്യഭിചാരത്തിന്, ഇവിടെ ഒരു അശുദ്ധിക്ക് സാധ്യതയുണ്ട്. ആ ഫോൺ കോൾ എടുത്താൽ അവിടെ ഒരു പ്രശ്നമുണ്ട്, ആ വാട്സപ്പ് മെസ്സേജ് നോക്കി ഇവിടെ ഒരു പ്രശ്നമുണ്ട്. അവരൊഴിഞ്ഞു മാറുന്നു. പ്രാശ്ചിത്തം ചെയ്യാൻ അവർക്ക് താല്പര്യമുണ്ട്. അവർ പരിഹാരം ചെയ്തുകൊണ്ടിരിക്കുന്നു. അവർ ഉപവസിക്കുന്നു, അവർ മുട്ടയിൽ വലിയുന്നു, ഒരു ഉരുളേർച്ച നടത്തുന്നു. പ്രാർത്ഥനയ്ക്ക് ആക്റ്റീവ് റിക്കളക്ഷന് ശേഷമുള്ള സമയം അവർ ഉപവിപ്രവർത്തനങ്ങൾക്ക് ചെലവഴിക്കുന്നു. പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് അവർ വെറുതെ ഇരിക്കുകയല്ല. നമുക്കറിയാം, കൃപാസനത്തിൽ പോകുന്ന ആളുകളെ ഉടമ്പടി എടുത്തതിന് ശേഷം ഉടമ്പടിയുടെ തന്നെ ഭാഗമാണ് വൃദ്ധസദനങ്ങൾ സന്ദർശിക്കുക, രോഗികളെ സന്ദർശിക്കുക, ആശുപത്രികൾ സന്ദർശിക്കുക, ഒറ്റയ്ക്ക് കുളിപ്പിക്കാൻ ആരും ഇല്ലാത്തവരെ അല്ലെങ്കിൽ പരിചരിക്കാൻ ആരും ഇല്ലാത്തവരെയൊക്കെ പോയി പരിചരിക്കുക. അപ്പോൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞതിന് ശേഷം ഇപ്രകാരമുള്ള ഉപവിപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു. സംസാരത്തിലും വസ്ത്രധാരണത്തിലും വളരെ സൂക്ഷിക്കുന്നു. അവർ ആയുസ്സും അർത്ഥവും നല്ലവണ്ണം ചെലവഴിക്കുന്നു. എല്ലാം ദൈവത്തിന് പ്രീതികരമായ വിധത്തിൽ. നിനക്ക് കാശുണ്ടെന്ന് വിചാരിച്ച് നിനക്ക് എന്തും ചെയ്യാവോ? ദൈവത്തിന് പ്രീതികരമായ വിധത്തിൽ. കാർലോസ് അക്യൂറ്റസ് പറഞ്ഞതുപോലെ, മരിക്കാൻ എനിക്ക് ഭയമില്ല. 15-ാമത്തെ വയസ്സിൽ ബ്ലഡ് ക്യാൻസർ വന്ന് മരിക്കാൻ എനിക്ക് ഭയമില്ല. കാരണം ഞാൻ ഒരു നിമിഷം പോലും ദൈവത്തിന് പ്രീതികരമല്ലാത്ത രീതിയിൽ സമയമോ എൻ്റെ കഴിവുകളോ ഉപയോഗിച്ചിട്ടില്ല. അവർ ആയുസ്സും അർത്ഥവും നല്ലവണ്ണം ചെലവഴിക്കുന്നു. ഒടുവിൽ ദൈവത്തിന്റെ ആശ്രിതരാണ് തങ്ങളെന്ന ബോധം അവർക്കുണ്ട്. ഞങ്ങളെ വഴി നടത്തുന്നത് ഈ ലോകത്തിലുള്ള മനുഷ്യരല്ല, ഞങ്ങളെ വഴി നടത്തുന്നത് ദൈവമാണ്. ഞങ്ങൾ ദൈവത്തിന്റെ ആശ്രിതരാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നിട്ട് അമ്മ ത്രേസ്യ പറയുകയാണ്, നമുക്ക് ദൈവത്തിന്റെ നേർക്കുള്ള സ്നേഹത്തിന്റെ അളവനുസരിച്ചാണ് അവിടുന്ന് നമുക്ക് പ്രതിഫലം നൽകുന്നത്. നമുക്ക് എങ്ങനെയാണ് പ്രതിഫലം കിട്ടുന്നത്? നമ്മൾ ചില ആളുകളെ നോക്കിയിട്ടു അവർക്ക് കൂടുതൽ കിട്ടിയല്ലോ, ഇവർക്ക് അത്രയും കിട്ടിയില്ലല്ലോ. ഇവിടെ വെച്ചിട്ടുള്ള കാര്യമല്ല. സ്വർഗത്തിലായാലും ഭൂമിയിലായാലും ദൈവം പ്രതിഫലം നൽകുന്നത്. ഒരാൾക്ക് സമ്പത്ത് കുമിഞ്ഞുകൂടി ദൈവം നൽകിയതാണെന്ന് 100% ഉറപ്പൊന്നുമില്ല.
അല്ലേ? ഒരാളുടെ കയ്യിൽ ഭയങ്കര കാശ്, എങ്ങനെയാ കാശ് ഉണ്ടാക്കിയത്? കഞ്ചാവ് വിറ്റിട്ടുണ്ടായോ? ദൈവം കൊടുത്താണോ? അല്ല. അപ്പോൾ ഭൗമികമായ സമ്പത്ത് കൂടിയത് കുറഞ്ഞത് ദൈവാനുഗ്രഹത്തിന്റെ അല്ലെങ്കിൽ ദൈവശാപത്തിന്റെ വഴിയാണെന്ന് വിചാരിക്കണമെന്നില്ല. ദൈവം പറയാണ്, ദൈവത്തിന്റെ നേർക്കുള്ള സ്നേഹത്തിന്റെ അളവനുസരിച്ചാണ് അവിടുന്ന് നമുക്ക് പ്രതിഫലം നൽകുന്നത്. എന്താണ് പ്രതിഫലം? പിന്നെ പറയാം. എന്തായാലും നമുക്ക് കൂടുതൽ സ്നേഹമുണ്ടെങ്കിൽ ദൈവത്തിൽ നിന്ന് കൂടുതൽ അനുഗ്രഹം കിട്ടും, ഇത് ഉറപ്പാണ്. ഞാൻ ഏതു സാഹചര്യത്തിലും ഈശോയോട് ചേർന്ന് നിൽക്കുമെന്ന മനസ്സിന്റെ ദൃഢനിശ്ചയമാണ് അവിടുന്ന് നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. വലതുകരം ഉയർത്തി വീശിക്കൊണ്ട് പറയാം, ഞാൻ ഏത് സാഹചര്യത്തിലും ഈശോയോട് ചേർന്ന് നിൽക്കുമെന്ന മനസ്സിന്റെ ദൃഢനിശ്ചയമാണ് ഈശോ എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഒരു സഹോദരി വന്നിട്ട് പറഞ്ഞു, അച്ഛാ, എന്റെ 21 വയസ്സുള്ള മകൻ ആക്സിഡന്റിൽ, ബൈക്ക് ആക്സിഡന്റിൽ മരിച്ചു. ഏക മകനാണ്. ഏക മകൻ ഒരു ചുരം കയറുന്ന സമയത്ത് അവൻ ബൈക്ക് ആക്സിഡന്റിൽ, വില കൂടിയ ബൈക്കൊക്കെ ആയിരുന്നു, ബൈക്ക് ആക്സിഡന്റിൽ മരിച്ചു. അപ്പന് വളരെ പ്രിയപ്പെട്ട ഒരു മകനായിരുന്നു. അപ്പന് ഈ ദുഃഖം താങ്ങാൻ കഴിഞ്ഞില്ല. 2-3 മാസമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും അപ്പന് ഡിപ്രഷൻ കയറി. അപ്പനോട് അമ്മ പല പ്രാവശ്യം പറഞ്ഞിരുന്നതാണ്, ബൈക്ക് മേടിച്ചു കൊടുക്കല്ലേ. അപ്പന് ഡിപ്രഷൻ, ഞാനാണല്ലോ എന്റെ മകന്റെ മരണത്തിന് കാരണമെന്ന് കരുതി അപ്പൻ ഡിപ്രഷൻ കയറി അപ്പൻ ആത്മഹത്യ ചെയ്തു. ഇനി ഈ അമ്മ, മകൻ മരിച്ചമ്മ, ഭർത്താവ് മരിച്ചമ്മ, ഒറ്റയ്ക്ക് ഒരു വീട്ടിൽ താമസിക്കുമ്പോ ഈ അമ്മ ചോദിക്കുകയാണ്, ഞാൻ ഇനി ജീവിക്കണോ? ഞാനിനി ജീവിക്കണം. പ്രിയപ്പെട്ടവരെ, ഈ അമ്മ ഇനി എന്ത് ചെയ്യണം? അതാണ് അമ്മ ത്രേസ്യ എഴുതുന്നത്, ഞാൻ ഏത് സാഹചര്യത്തിലും ഈശോയോട് ചേർന്ന് നിൽക്കുമെന്ന മനസ്സിന്റെ ദൃഢനിശ്ചയമാണ് അവിടുന്ന് നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ, ഈശോയേ. പ്രിയപ്പെട്ടവരെ, 7 സദനങ്ങളാണുള്ളത്. 7 സദനങ്ങളിലെ 3 സദനങ്ങൾ അമ്മ ത്രേസ്യ ഈ പുസ്തകത്തിൽ എഴുതുന്ന, ഈ പുസ്തകത്തിന്റെ 30% ഈ 3 സദനങ്ങളെ കുറിച്ചുള്ള പഠനമാണ്. ബാക്കി 70% 4 മുതൽ 7 വരെയുള്ള മറ്റ് 4 സദനങ്ങളെ കുറിച്ചുള്ള പഠനമാണ്. നമ്മളിപ്പോൾ 30% എത്തിയിട്ടുണ്ട്. 30% പൂർത്തിയായിട്ടില്ല. നമ്മളൊരു 25% എത്തിയിട്ടുണ്ട്. 3-ാം സദനത്തിന്റെ 2-ാം അധ്യായം മുതൽ അച്ഛൻ അടുത്ത ആഴ്ച തുടങ്ങുന്നതായിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ തിരക്ക് പിടിച്ച് യാത്ര ചെയ്തിട്ട് കാര്യമില്ല എന്നുള്ളത് കൊണ്ടാണ് അച്ഛൻ വളരെ സാവധാനത്തിൽ പോകുന്നത്. കാരണം മറ്റൊരവസരം ഒരുപക്ഷെ നമുക്ക് ഇതുപോലെ അമ്മ ത്രേസ്യയുടെ പുസ്തകം പഠിക്കാൻ കിട്ടിയില്ലെന്ന് വരാം. ഇനി ഒരു ബലി ഉണ്ടാകുമോ ഇല്ലയോ എന്ന്? ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ഈ ആത്മീയ യാത്രയെ വളരെ ഗൗരവമായി എടുത്തുകൊണ്ട് ആത്മീയ യാത്രയിൽ നമ്മൾ ഒഴിവാക്കേണ്ടത്, ഉൾക്കൊള്ളേണ്ടതിനെ കുറിച്ച് അമ്മ ത്രേസ്യയുടെ ഹൃദയത്തോട് ചേർന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രധാനപ്പെട്ട ദിവസങ്ങൾ കർത്താവിന് നമുക്ക് നന്ദി പറയാം. അമ്മ ത്രേസ്യ കൈയടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം.